അപ്പോൾ നമ്മൾ മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് തുടങ്ങാൻ പോവാണ്. അപ്പോൾ 5th 6th മൊഡ്യൂൾ ആദ്യം കവർ ചെയ്യും. പിന്നെ ബാക്കിയുള്ളത് കൂടി കവർ ചെയ്യാനുള്ള എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളതിൽ നിങ്ങൾക്ക് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള പോർഷൻ ഏതാണെന്ന് പറയുക, അത് നമുക്ക് നോക്കാം. പിന്നെ ഉള്ളത് തെർമോഡൈനാമിക്സ് ആണ്. തെർമോഡൈനാമിക്സ് ഫുൾ പോർഷൻ ചെയ്തേ പറ്റത്തുള്ളൂ. കാര്യം ഒരിക്കലും നമുക്ക് അതിനൊരു പർട്ടിക്കുലർ പോർഷൻ പിക്ക് ചെയ്ത് ചെയ്യാൻ പറ്റത്തില്ല. ആദ്യം മുതൽ അവസാനം വരെ ഭയങ്കര എളുപ്പമാണ്, പെട്ടെന്ന് ചെയ്ത് തീർക്കാവുന്ന ഒരു സാധനമാണ് തെർമോഡൈനാമിക്സ്. അധികം സമയമൊന്നും വേണ്ട. ഇപ്പോൾ നാളെ ഓൾറെഡി അവധിയാണ്. അപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നാളെ സമയമുണ്ട്. ഞാൻ ഫുൾ അതിന് വേണ്ടി തന്നെ ഇരിക്കും. മറ്റന്നാൾ കോളേജിൽ പോകണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ബാക്കി 2 ദിവസം അവധിയാണ്. അപ്പോൾ ഇത്രയും ദിവസം കൊണ്ട് ഈ മെക്കാനിക്സ് ഓഫ് സോളിഡ്സും തെർമോഡൈനാമിക്സും നമുക്ക് ചെയ്ത് തീർക്കാനായിട്ട് പറ്റണം. അപ്പം മോസിൻ്റെ എക്സാം അപ്പോൾ വരുകയും ചെയ്യുവാണ്. അപ്പം 19-ാം തീയതി അല്ലേ. അപ്പോൾ ആ ഒരു സമയത്തിനകത്ത് ഇപ്പം 13-ാം തീയതി കഴിഞ്ഞ് 13-14-ാം തീയതി ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പോർഷൻസ് കവർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് 13-ാം തീയതി കൊണ്ട് പോർഷൻസ് കവർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനഫ് ടൈം കിട്ടും പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് ഉദ്ദേശം. അപ്പോൾ നമുക്ക് തെർമോഡൈനാമിക്സിൻ്റെ ഇതും മോസിൻ്റെ എന്താ ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ മോഫും എൻ്റെ കൂടെ ഉണ്ടാവും. പിന്നെ അതുപോലെ മാത്സ് S3 മാത്സും കൂടി ചെയ്യാനൊരു ഇതുണ്ട്. പക്ഷെ നല്ല എഫേർട്ടാണ്, എന്താവുമെന്ന് അറിയാൻ വയ്യ. ഇപ്പോൾ എന്തായാലും ഇപ്പോൾ തുടങ്ങുക, ഈ ഒരു സംഭവമായിട്ട് തുടങ്ങുക. ഇപ്പോൾ എന്ത് രീതിയിലാവുമെന്ന് അറിയാൻ വയ്യ. എന്നാലും മാക്സിമം പറ്റുന്ന പരമാവധി ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പോൾ ഡിഫ്ലക്ഷൻ ഓഫ് ബീംസ് നമുക്ക് ലാസ്റ്റ് 2 മൊഡ്യൂൾ ആദ്യം കോൺസെൻട്രേറ്റ് ചെയ്യാം. അപ്പോൾ ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഡിഫ്ലക്ഷൻ എന്നുള്ളത് ആദ്യമേ അറിയണം. അപ്പോൾ നമുക്കൊരു ഡിഫ്ലക്ഷൻ, ഒരു ബീം എന്ന് പറഞ്ഞാൽ എന്താ? ബീം എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം ഞാനിവിടെ എടുത്തു. അതിൽ സിംപ്ലി സപ്പോർട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് എൻസിൽ എന്ത് ചെയ്യുന്നുണ്ട്? 2 പോയിൻറ്റ് സപ്പോർട്ട്സ് ഉണ്ടാവും. സിംപ്ലി എന്ത് ചെയ്യുന്നു? ഒരു ബീം എടുത്ത് ഞാൻ എന്ത് ചെയ്യുന്നു? ഇപ്പോൾ ഇതാണ് ഒരു ബീമെങ്കിൽ ആ ബീം എടുത്ത് വെറുതെ ഒരു സ്ഥലത്ത് ഇങ്ങനെ വെക്കും. സിംപ്ലി സപ്പോർട്ടഡ് ബീം എന്ന് പറയും. അപ്പോൾ ഈ സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ ഞാനൊരു പോയിൻ്റ് ലോഡ് കൊണ്ടുവന്ന് ആക്ട് ചെയ്യുകയാണ്. അതായത് ഇവിടെ ഒരു ലോഡ് ആക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ ലോഡ് ആക്ട് ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ലോഡ് കൊണ്ട് ഈ ബീം എന്ന് പറയുന്നത് എന്താവും? ബെൻഡിങ് സംഭവിക്കും. അപ്പോൾ ഇതൊരു ഇലാസ്റ്റിക് നേച്ചറുള്ള ബീമാണെന്ന് പറയുന്നു. ഇലാസ്റ്റിക് നേച്ചർ എന്ന് പറഞ്ഞാൽ എന്താ? ആ ബീം എന്ന് പറയുന്നത് ഈ ലോഡ് റിമൂവ് ചെയ്യുമ്പോൾ തിരിച്ച് അതേപടി അവിടെ എത്തും. അപ്പോൾ ഈ ബീമിനുണ്ടാവുന്ന സാധനമാണ് നമ്മൾ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഈ ബീം എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ ഒരു പോയിൻ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പോയിൻ്റ്, ഇപ്പോൾ ഈ ഒരു ബീം ഇപ്പോൾ നിൽക്കുന്നത് എന്താണ്? ബിഫോർ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്ന സ്റ്റേറ്റാണ്. അതായത് ഡിഫ്ലക്ഷന് മുമ്പാണ്. ഇപ്പോൾ ഒരു ലോഡ് ആക്ട് ചെയ്തപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ബീം എന്ന് പറയുന്നത് ബെൻഡായി. അപ്പോൾ ഈ ഒരു പോയിന്റ്, ഇപ്പോൾ ഇത് സി എന്ന് പറയുന്ന പോയിൻ്റാന്ന് പറഞ്ഞാൽ ഇത് ഇപ്പോൾ ഇവിടെ C' എന്ന് പറയുന്ന പോയിന്റിലേക്ക് മാറി. അത് മീൻസ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്, ഈ ഒരു ഇലാസ്റ്റിക് കർവ് ഞാൻ വരച്ചിരിക്കുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി ആഫ്റ്റർ എന്താണ്? ഡിഫ്ലക്ഷൻ. അതായത് ഡിഫ്ലക്ഷന് ശേഷമുള്ള ആ ബീമിൻ്റെ സ്റ്റേറ്റാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ബിഫോർ ആൻഡ് ആഫ്റ്റർ ഡിഫ്ലക്ഷൻ നമ്മൾ ഈ ഒരു ഡിസ്റ്റൻസ് മെഷർ ചെയ്താൽ, ആൻഡ് ദാറ്റ് ഡിസ്റ്റൻസ് ഈസ് നോൺ ആസ് ദ ഡിഫ്ലക്ഷൻ ഓഫ് ദാറ്റ് ബീം. അപ്പോൾ ഓരോ പോയിന്റിലും ഓരോ ഡിസ്റ്റൻസ് ആയിരിക്കും. ഓഫ് കോഴ്സ് C എന്ന് പറയുന്ന പോയിന്റിൻ്റെ ഡിഫ്ലക്ഷൻ നമുക്ക് എന്താണെന്ന് പറയാം? ഈ ഒരു വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണെന്ന് പറയാം. ആൻഡ് ദെർഫോർ ദാറ്റ് വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ഈസ് നോൺ ആസ് ദ ഡിഫ്ലക്ഷൻ ഓഫ് ദ ബീം, അല്ലെങ്കിൽ ഡിഫ്ലക്ഷൻ ഓഫ് ദാറ്റ് പോയിന്റ് ഓൺ ദി ബീം എന്ന് പറയാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പറയുന്ന സാധനം, വാട്ട് യു മീൻ ബൈ ഡിഫ്ലക്ഷൻ? ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദി vertical distance of the beam before and after ഡിഫ്ലക്ഷൻ. അതായത് ഡിഫ്ലക്ഷന് ശേഷവും ഡിഫ്ലക്ഷന് മുമ്പും ഉള്ള ആ ബീമിൻ്റെ വെർട്ടിക്കൽ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ദ ഡിഫ്ലക്ഷൻ ഓഫ് ദ ബീം എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ യൂസിങ് ദ ലെറ്റർ സ്മാൾ ലെറ്റർ Y. ഈ സ്മാൾ ലെറ്റർ Y ഇട്ടിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? ഈ ഡിഫ്ലക്ഷൻ ഓഫ് ദി ബീമിനെ എന്ത് ചെയ്യുന്നത്? ഡിനോട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഡിഫ്ലക്ഷൻ ഓഫ് ബീം ഈസ് ഡിനോട്ടഡ് ബൈ യൂസിങ് ദ ലെറ്റർ എന്താണ്? സ്മാൾ ലെറ്റർ Y. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ഇനി അടുത്ത നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു നോക്കാറുള്ളതെന്ന് പറഞ്ഞാൽ, വാട്ട് യു മീൻ ബൈ സ്ലോപ്പ്? എന്താണ് സ്ലോപ്പ്? തീറ്റ വെച്ചിട്ട് ഡിനോട്ട് ചെയ്യുന്ന സാധനം ഡിഫ്ലക്ഷൻ നമ്മൾ എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ സ്ലോപ്പ് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോൾ ഇവിടെ ഞാനിപ്പം ഈ ഒരു ഇലാസ്റ്റിക് കർവിന് ഞാൻ ഇവിടെ വെച്ചൊരു ടാൻജൻറ്റ് വരച്ചു. ടാൻജൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റ് മാത്രം ടച്ച് ചെയ്യുന്ന രീതിയിൽ. അങ്ങനെയാണെങ്കിൽ ഇത് നമ്മുടെ ബീമാണല്ലോ. അപ്പോൾ ബീമിൻ്റെ ആക്സിസ് എന്ന് പറഞ്ഞാൽ ഇതാണ് അല്ലേ. അതായത് ബീം ഇങ്ങനെ ഇരിക്കുവാണ്, ഇവിടെ സിംപ്ലി സപ്പോർട്ടഡ് ഉണ്ട്, സിംപ്ലി സപ്പോർട്ട് ചെയ്ത് വെച്ചേക്കും. ഇതാണ് കണ്ടീഷൻ. അപ്പോൾ ഈ ബീം എന്ന് ഓവർഹാങ് അല്ല, എൻ്റെ എൻസിലാണ് സപ്പോർട്ട്. ഓക്കെ, ഇതാണ് കണ്ടീഷൻ. എന്നിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ബീമിൻ്റെ ആക്സിസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. അതായത് ബീമിൻ്റെ ആക്സിസ് ഇതാണ്, ഇത് നമ്മുടെ ടാൻജൻ്റ് ആണ്. അപ്പോൾ ഇതിന് രണ്ടിനും ഇടയ്ക്കുള്ള ആംഗിളിനെയാണ് നമ്മളതിൻ്റെ എന്തെന്ന് പറയുന്നത്? സ്ലോപ്പ് അഥവാ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. സ്ലോപ്പ് എന്ന് പറയുന്നത്. അപ്പം ഈ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ആംഗിൾ ബിറ്റ്വീൻ എന്താണെന്നൊക്കെ പറയാം, ബിറ്റ്വീൻ ദ ആക്സിസ് ഓഫ് ദ ബീം അല്ലേ, ബിറ്റ്വീൻ ദി ആക്സിസ്
ഓഫ് ദി എന്താണ് ബീം ദ ആംഗിൾ ബിറ്റ്വീൻ ദ ആക്സിസ് ഓഫ് ദി ബീം ആൻഡ് എന്താണ് ടാൻജൻറ്റ് ടു ഈ ഒരു സാധനം. ഇതിന് നമുക്ക് ഇലാസ്റ്റിക് കർവ് എന്ന് വിളിക്കാം. ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ വരച്ചിരിക്കുന്നത് ടാൻജൻറ്റ് ടു ഇലാസ്റ്റിക് കർവ്. ഇതിനെയാണ് നമ്മളെന്ന് വിളിക്കുന്നത് സ്ലോപ്പ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ബീംസ് ഒക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. നമ്മളിപ്പോൾ അറിയാമല്ലോ, പാലത്തിൻ്റെ കേസൊക്കെ നിങ്ങൾക്ക് അറിയാമെന്നുള്ള സാധനമാണ്. അപ്പോൾ ഈ ഡിഫ്ലക്ഷൻ സംഭവിച്ചത് പൊട്ടി പോകരുത് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ടത് അവിടെ എത്ര ലോഡുണ്ട്, ആ ലോഡിനനുസരിച്ച് എത്രത്തോളം ഡിഫ്ലക്ഷൻസ് എവിടെ വരാം, മാക്സിമം ഡിഫ്ലക്ഷൻ എവിടെയായിരിക്കും സംഭവിക്കുന്നത് ഈ ബീമിൽ, അങ്ങനെയൊക്കെയുള്ള അനാലിസിസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഇനി ഈ സ്ലോപ്പ് വെച്ചിട്ട് നമുക്ക് രണ്ട് കാര്യങ്ങൾ പറയാം. അപ്പോൾ ഈ സ്ലോപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ ഓരോ പോയിന്റിലും ഓരോന്നായിരിക്കും അല്ലേ. അപ്പോൾ ഇനി ഈ ബീമിൻ്റെ ഈ ഡിഫ്ലക്ഷൻ ഓഫ് ബീംസ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ ബൗണ്ടറി കണ്ടീഷൻ. അതായത് ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്, ഇവിടുത്തെ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിനെ സംബന്ധിച്ചിടത്തോളം ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്. അപ്പോൾ നമ്മൾ കാൻലിവർ ബീമുണ്ട്, അതപ്പോൾ ഇപ്പോൾ നമ്മൾ പറയുന്നില്ല. ജസ്റ്റ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിൻ്റെ ബൗണ്ടറി കണ്ടീഷൻസ് നോക്കാൻ പോവാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ എന്താണ് ബീം എന്ന് പറയുന്നത്, സിംപ്ലി സപ്പോർട്ട് ബീം എന്ന് പറയുന്നത്. ഇത് ഡിഫ്ലക്ഷൻ നടന്നതിന് ശേഷം എന്തിലേക്കായി, ഇങ്ങോട്ടേക്ക് എന്തായി, ബെൻഡായി. ഇതാണ് ഡിഫ്ലക്ഷന് ശേഷമുള്ള പരിപാടി എന്ന് പറയുന്നത്. എന്നിട്ട് ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, ഇതിപ്പോൾ ഡിഫ്ലക്ഷന് ശേഷമുള്ളതാണ്. ഇപ്പം ഇത് നമ്മുടെ എന്താണ് ബീമാണ്, ഇത് ഡിഫ്ലക്ഷന് ശേഷമാണ്. അപ്പോൾ ഡിഫ്ലക്ഷൻ നടക്കാൻ കാര്യമെന്ന് പറയുന്നത് വേണമെങ്കിൽ ഇവിടെ ലോഡ് എന്ന് പറയാം, അല്ലെങ്കിൽ സെൽഫ് വെയിറ്റ് ഓഫ് ദിസ് ബീം എന്ന് പറയാം. അപ്പോൾ ഇതിൽ ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ എക്സ് മെഷർ ചെയ്യാണ്, ഇവിടെ നിന്ന് അങ്ങോട്ടേക്കാണ് നമ്മൾ ഇതിൻ്റെ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. ഇഫ് വി ആർ ഹാവിങ് ദ ടോട്ടൽ ലെന്ത് ഓഫ് ദി ബീം ആസ് എൽ, അതായത് ഇതിൻ്റെ സ്പാൻ എന്ന് പറയുന്നത് ബീമിൻ്റെ ടോട്ടൽ ലെന്ത് എന്ന് പറയുന്നത് L ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അറ്റ് ദിസ് പോയിന്റ്, അതായത് ഇവിടെ നമ്മൾ എക്സ് മെഷർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഇതുവരെയുള്ള എക്സ് എന്ന് പറയുന്നത് എന്തായിട്ട് വരും, L ആയിട്ട് വരും. അപ്പോൾ ബൗണ്ടറി കണ്ടീഷൻസ് രണ്ട് ലിമിറ്റിംഗ് കണ്ടീഷൻസ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഒന്ന് ഇവിടെയും ഒന്ന് ഇവിടെയും. ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ എക്സിൻ്റെ വാല്യൂ പറയുന്നത്, ഫസ്റ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു 0. എക്സിൻ്റെ വാല്യൂ 0 ആകുമ്പോൾ ഇവിടെ നമുക്ക് ഡിഫ്ലക്ഷൻ ഇല്ല അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ y ഉണ്ട്, ഇവിടെ വാല്യൂ y ഉണ്ട്, ഇവിടെ വാല്യൂ y ഉണ്ട്, ഇവിടെ വാല്യൂ y ഉണ്ട്, ഇവിടെ വാല്യൂ ഉണ്ട്, ഇവിടെ വാല്യൂ ഉണ്ട്. അപ്പോൾ അറ്റ് എക്സ് ഈക്വൽ ടു 0 y വിൽ ബി ഓൾസോ ഈക്വൽ ടു 0. അവിടെ എക്സിൻ്റെ വാല്യൂ 0 ആവുന്ന സ്ഥലത്തും y 0 ആണ്. അതേമാതിരി എക്സിൻ്റെ വാല്യൂ എവിടെ ആകുമ്പോഴത്തേക്ക്, എക്സിൻ്റെ വാല്യൂ L ആകുമ്പോഴത്തേക്ക്, അതായത് ടോട്ടൽ ലെന്ത് എക്സ് നമ്മൾ സ്പാനായിട്ട് എടുക്കുമ്പോൾ ഈ ഒരു എൻഡിലും, ഇപ്പോൾ എ എന്ന് പറയുന്ന എൻഡിലും ബി എന്ന് പറയുന്ന ലെന്തിൽ y 0 ആണ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും രണ്ടാമത്തെ ബൗണ്ടറി കണ്ടീഷൻ വെൻ എക്സ് ഈക്വൽ ടു L y ഈസ് ഈക്വൽ ടു എന്തെന്ന് പറയാൻ പറ്റും, 0 എന്ന് പറയാൻ പറ്റും. അപ്പോൾ ബി അറ്റ് ബി, അപ്പോൾ ഇത് ഏത് ഇവിടുത്തെ കണ്ടീഷനാണ്, അറ്റ് എ എന്ന് പറയുന്ന പോയിന്റിൽ ഡിഫ്ലക്ഷൻ 0 ആണ്. അതേപോലെ അറ്റ് ബി എന്ന് പറയുന്ന പോയിന്റിലും ഡിഫ്ലക്ഷൻ 0 ആണ്. അപ്പോൾ നമ്മളിവിടെ ബെൻഡിങ് നമ്മൾ ഡിഫ്ലക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കണ്ടുപിടിക്കുമ്പോൾ വി ആർ എന്താണ് കൺസിഡറിങ് ദ ലെന്ത് ഫ്രം ദ ലെഫ്റ്റ് സൈഡ് എന്നുള്ള ലെന്ത് കൺസിഡർ ചെയ്തിട്ടാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്, ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കുന്നത്. ഇനി നമുക്ക് വേണമെങ്കിൽ മാക്സിമം ഡിഫ്ലക്ഷൻ നടക്കുന്ന പോയിൻ്റൊക്കെ പറയാം. മാക്സിമം ഡിഫ്ലക്ഷൻ നടക്കുന്ന സ്ഥലത്ത് നമ്മുടെ ഒരു പ്രത്യേകത എന്താണ്, ഈ കർവ് എന്ന് പറയുന്നത് ഇങ്ങനെ കറങ്ങി വരും. അപ്പോൾ മാക്സിമം പോയിന്റിൽ അറ്റ് മാക്സിമം പോയിന്റ് അറ്റ് ദ പോയിന്റ് ഓഫ് മാക്സിമം ഡിഫ്ലക്ഷൻ തീറ്റ വിൽ ബി ഈക്വൽ ടു 0, അതായത് സ്ലോപ്പ് 0 ആയിരിക്കും. ഇപ്പോൾ സ്ലോപ്പ് ഇങ്ങനെ ടാൻജൻറ്റ് വരയ്ക്കുമ്പം അവിടെ എന്ത് വരത്തില്ല, ആ ഒരു ഇൻക്ലിനേഷൻ വരത്തില്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, അറ്റ് മൂന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ബൗണ്ടറി കണ്ടീഷനായിട്ട് പറയേണ്ട, സ്ലോപ്പിൻ്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അറ്റ് മാക്സിമം ഡിഫ്ലക്ഷൻ നടക്കുന്ന സ്ഥലത്ത് അറ്റ് ദ പോയിന്റ് ഓഫ് എന്ന് പറയാം അല്ലേ, അറ്റ് ദ പോയിന്റ് ഓഫ് മാക്സിമം ഡിഫ്ലക്ഷൻ, അറ്റ് ദ പോയിന്റ് ഓഫ് മാക്സിമം ഡിഫ്ലക്ഷൻ എന്താണ്, സ്ലോപ്പ് എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ടു 0. അപ്പോൾ സ്ലോപ്പിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമ്മളിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ മെഷർ ചെയ്യുന്ന സാധനം എന്ന് പറയുന്നത് വാട്ട് ഈസ് ആക്ച്വലി ദ ലെന്ത്. അപ്പോൾ ഈ ഒരു ലെന്ത് എന്ന് പറയുന്നത് y ആയിരിക്കും അതെ. അപ്പോൾ y എന്ന് പറയുന്നത് ഇതുവരെ ഉണ്ടെങ്കിലും അതിപ്പം ഇപ്പോൾ പറയുന്നില്ല, നമുക്ക് എന്തിലേക്ക് പോവാം, നമ്മുടെ ഇതിലേക്ക് പോകാം. പോട്ടെ, അപ്പം അല്ലെങ്കിൽ ഇവിടെ തന്നെ പറയാം. നോക്കിയോ, അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഞാൻ y ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ദിസ് വിൽ ബി എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആൻഡ് ദിസ് വിൽ ബി ദ ലെന്ത് എക്സ്, അതായത് എക്സ് എന്ന് പറയുന്നത് നമ്മുടെ സ്പാൻ ആയിരിക്കും. അപ്പം നമ്മൾ ടാൻ തീറ്റയാണ് നമ്മൾ സ്ലോപ്പായിട്ട് എടുക്കുന്നത്, അതായത് ടാൻ തീറ്റയാണ് സ്ലോപ്പായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ചെറിയൊരു ലെന്ത് എന്ന് കാണിക്കുന്നതിന് വേണ്ടി ഇതിനെ dy എന്നും ഇനി നമ്മൾ dx എന്നും എടുത്തു കഴിഞ്ഞാൽ നമ്മൾ സ്ലോപ്പിൻ്റെ വാല്യൂ, സ്ലോപ്പ് എന്ന് പറയുന്നത് സ്ലോപ്പ് തീറ്റ ഈക്വൽസ് നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും,
ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയാം. അപ്പോൾ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് പറയാം? ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് ദിസ് കർവ് എന്ന് പറയാനായിട്ട് പറ്റും. അപ്പോൾ അതും കൂടെ ആലോചിക്കുക. അപ്പം ഇതാണ് നമ്മുടെ സ്ലോപ്പ് ഓഫ് ദി കർവ്. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ടാൻ തീറ്റ, ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് എന്ന് പറയുന്നത് ഡി വൈ ബൈ ഡി എക്സ്. അപ്പോൾ അതാണ് നമ്മുടെ സ്ലോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി ഡിഫ്ലക്ഷൻ ഓഫ് ബീംസ് യൂസിങ് മക്കോളീസ് മെത്തേഡ് നമ്മൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഡിഫ്ലക്ഷൻ ഇക്വേഷൻ്റെ ഡെറിവേഷൻ ഉണ്ട്, അത് നമുക്ക് അവിടെ നിൽക്കട്ടെ. നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു പ്രോബ്ലം ഒക്കെ ചെയ്ത് തീർത്തതിന് ശേഷം ഇക്വേഷൻ വരുന്നത് എങ്ങനെയാണ് ഈ റേറ്റ് ഓഫ് ലോഡിങ്ങിൻ്റെ ഇക്വേഷൻ അല്ലെങ്കിൽ നമ്മുടെ എന്താണ് ബെൻഡിങ് മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഡിറൈവ് ചെയ്യുന്നുണ്ട്. ബെൻഡിങ് മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ ഡിഫ്ലക്ഷൻ ഓഫ് ബീം വെച്ചിട്ട് ഡിറൈവേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ ആദ്യം അതിലേക്ക് പോകുന്നില്ല, ഡയറക്റ്റ് നമ്മൾ മക്കോളീസ് മെത്തേഡിലേക്ക് അങ്ങ് പോവുകയാണ്. അതായത് ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മക്കോളീസ് മെത്തേഡ് ഉപയോഗിച്ചിട്ടുള്ള പ്രോബ്ലമാണ് നമ്മൾ എന്ത് ചെയ്യുന്നു എന്നത് ആദ്യമായിട്ട് നോക്കാനായിട്ട് പോകുന്നത്. നോക്കിയോ. അപ്പോൾ ഇതൊരു ക്വസ്റ്റ്യൻ, ഒരു ടിപ്പിക്കൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് പഠിക്കേണ്ടത് എന്താണെന്ന് വെച്ചോ, ഈ ക്വസ്റ്റ്യൻ നമ്മളൊരു മെത്തേഡ് പഠിക്കും. ഈ മെത്തേഡ് ചുമ്മാ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പിന്നെ ക്വസ്റ്റ്യൻ ചെയ്ത് അങ്ങനെ ചുമ്മാ സമയം കളയാനൊന്നുമില്ല. അപ്പോൾ ഈ മെത്തേഡ് പഠിക്കും. ഇത് എന്നിട്ട് നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ അപ്ഗ്രേഡ് ചെയ്യപ്പെടും. ഓക്കെ, നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ പഠിക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ യൂണിഫോം ഡിസ്ട്രിബ്യൂട്ടർ ലോഡ് വരും. അടുത്ത ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ ചിലപ്പോൾ ബീം എന്ന് പറയുന്നത് ഓവർ ഹാങ്ങിങ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ പഠിച്ചിട്ട് അതിൻ്റെ മെത്തേഡ് മനസ്സിലാക്കിയതിന് ശേഷം പിന്നെ ഒരു 2 ക്വസ്റ്റ്യൻ അപ്ഗ്രേഡിങ് അവിടെ വെച്ച് നമ്മൾ പരിപാടി എടുത്തു വന്നു. അപ്പോൾ നോക്കിയോ, എ ബീം ഓഫ് ലെന്ത് 6 മീറ്റർ ഈ സിംപ്ലി സപ്പോർട്ടഡ് അറ്റ് ഇറ്റ്സ് എൻഡ്സ്. അതായത് ഒരു ബീമുണ്ട്, പിന്നെ ടോട്ടൽ ലെന്ത് എന്ന് പറയുന്നത് 6 മീറ്റർ ആണ്. അത് സിംപ്ലി സപ്പോർട്ടഡ് ആണെന്ന് ക്വസ്റ്റ്യനിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അത് അറ്റ് ഇറ്റ്സ് എൻഡ്സിൽ സിംപ്ലി സപ്പോർട്ടഡ് ആണ്. അപ്പോൾ നമുക്കൊരു ബീം എന്ന് പറയുന്നത് നമുക്കിവിടെ എന്ത് ചെയ്യാം, വരയ്ക്കാം. അപ്പോൾ ബീം എന്ന് പറയുന്നത് ഞാനിവിടെ വരയ്ക്കാൻ പോവാണ്. ബീം വരച്ചു. ആൻഡ് ഇറ്റ് ഈസ് സിംപ്ലി സപ്പോർട്ടഡ് അറ്റ് 2 ends. അപ്പോൾ ഇവിടെ ഒരു സപ്പോർട്ട് ഉണ്ടാവും, എന്തുകൊണ്ടാണ് ഇവിടെ ഒരു സപ്പോർട്ട് ഉണ്ടാവും. അപ്പോൾ ഞാൻ ഈ 2 പോയിൻറ്റ്സിന് ഇവിടെ എ എന്ന് പറയുന്ന പോയിൻറ്റും ഇവിടെ ബി എന്ന് പറയുന്ന പോയിൻ്റായിട്ട് എടുത്ത് എൻ പോയിൻറ്റ്സ്. ആൻഡ് ഇറ്റ് ഈസ് ഹാവിങ് 6 മീറ്റർ ഇൻ ലെന്ത്. അപ്പോൾ ഇതിൻ്റെ ലെന്ത് എന്ന് പറയുന്നത് 6 മീറ്റർ ആണെന്നാണ് ക്വസ്റ്റിന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സിംപ്ലി സപ്പോർട്ടഡ് ബീം എന്ന് പറയുന്നത് ഞാൻ ജസ്റ്റ് ഒരു റെഡ് പെൻ കൂടി ഇട്ട് വരയ്ക്കാം, അത് പോട്ടെ. അല്ലെങ്കിൽ ഇതിൻ്റെ ലെന്ത് എന്ന് പറയുന്നത് 6 മീറ്റർ ആയിട്ട് ഉണ്ട്. ഈ ഒരു ലെന്ത് എത്രയാണ്? 6 മീറ്റർ ആണ്. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ക്യാരീസ് 2 point loads. അതിന് എത്രയുണ്ട്? 2 point loads ക്യാരി ചെയ്യുന്നുണ്ട്. 48 Newton ആൻഡ് 40 kN. 2 kN ആണ്. 48 kN ആൻഡ് 40 kN അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 1 meter ആൻഡ് 3 meter റെസ്പെക്റ്റീവ്ലി ഫ്രം ദി ലെഫ്റ്റ് എൻഡ് സപ്പോർട്ട്. അപ്പോൾ ഇവിടെ നിന്ന് 1 meter മാറിയിട്ട്, ഇവിടെ നിന്ന് 1 meter മാറിയിട്ട് അവിടെ എന്ത് നിൽപ്പുണ്ട്? 48 kN ഇവിടെ ഇങ്ങനെ നിൽപ്പുണ്ട്. അപ്പോൾ ഇവിടെ ഒരു 48 kN ഉണ്ട്, 48 kN ഉണ്ട്. നെക്സ്റ്റ് ഇനി അടുത്ത് ഇവിടെ നിന്ന് എത്ര മീറ്റർ മാറിയിട്ട്, അപ്പോൾ ഇത് ഇവിടെ നിന്ന് ഇതുവരെയുള്ള സ്പാൻ എന്ന് പറയുന്നത് എന്താണ്? 1 meter ആണ് അല്ലേ. അപ്പോൾ ഈ ഒരു ലെന്ത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 1 meter. അത് 1 meter ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഫ്രം ലെഫ്റ്റ് എൻഡ് വി ആർ ഹാവിങ് 40 kN അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 3 meter. അപ്പോൾ 40 kN എന്ന് പറയുന്നത് 3 meter ഡിസ്റ്റൻസ് നിൽക്കുവാണ്. അപ്പോൾ ഇവിടെ ഒരു 40 kN ലോഡ്, പോയിന്റ് ലോഡ് കൊടുക്കുവാണ്. 40 kN ആൻഡ് ഡിസ്റ്റൻസ് ഫ്രം ദ ഫ്രീ എൻഡ് ഈസ് എത്രയാണ്? ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 3 meter ആണ് അല്ലേ. 3 meter ആണ്. അപ്പോൾ ഇത്രയാണ് ക്വസ്റ്റിന് പറഞ്ഞിരിക്കുന്നത്. ഡിഫ്ലക്ഷൻ അണ്ടർ ഈച്ച് ലോഡ്, ഓരോ ലോഡിലുള്ള ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കണം. സോ അപ്പോൾ എ ബി, ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഞാൻ സി ആയിട്ടും ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഡി ആയിട്ടും എടുത്തു. അപ്പോൾ സിയിലെ ഡിഫ്ലക്ഷനും ഡിയിലെ ഡിഫ്ലക്ഷനും കണ്ടുപിടിക്കണം. ആൻഡ് നെക്സ്റ്റ് അടുത്ത കണ്ടുപിടിക്കേണ്ടത് മാക്സിമം ഡിഫ്ലക്ഷൻ. ഇതിൽ എവിടെയോ മാക്സിമം ഡിഫ്ലക്ഷൻ വരും, അതെന്താണെന്ന് കണ്ടുപിടിക്കണം. ആൻഡ് തേർഡ് വൺ ദ പോയിന്റ് അറ്റ് വിച്ച് ദ മാക്സിമം ഡിഫ്ലക്ഷൻ ഒക്കേഴ്സ്. അതായത് മാക്സിമം ഡിഫ്ലക്ഷൻ ഒക്കുന്ന പോയിന്റ് കണ്ടുപിടിക്കുക. ഗിവൻ ദാറ്റ് ഇ ഈസ് ഈക്വൽ ടു 2 × 10⁵ Nm/mm² ആൻഡ് I is equal to 85 × 10⁶ mm/4. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ക്വസ്റ്റിന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഡിഫ്ലക്ഷൻ ഓഫ് ബീം, അതായത് ബെൻഡിങ് മൊമെൻറ്റ് കണ്ടുപിടിക്കാനുള്ള ഒരു ജനറൽ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഡിറൈവ് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ദ ബെൻഡിങ് മൊമെൻറ്റ് ഓഫ് ദിസ് എ പെർട്ടിക്കുലർ ബീം, സിംപ്ലി സപ്പോർട്ടഡ് ബീം ഈസ് ഗിവൺ ബൈ ദി ഇക്വേഷൻ EI × d²y/dx². ഇ എന്ന് പറയുന്നത് അവിടുത്തെ യങ്സ് മോഡുലസ് ആണ്, ഐ എന്ന് പറയുന്നത് നോൺ ഓഫ് ഇനേഷ്യ ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ എഴുതേണ്ടത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ ബെൻഡിങ് മൊമെൻറ്റിൻ്റെ എന്തെഴുതണം? ഇക്വേഷൻ എന്ന് പറയുന്നത് ഞാനിവിടെ എഴുതണം. അപ്പോൾ ബെൻഡിങ് മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ എഴുതുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് ചോദിച്ചാൽ ഇതാണ് നമ്മുടെ എൻഡ് സപ്പോർട്ട്സ് അല്ലേ.
അപ്പോൾ ഈ എൻഡ് സപ്പോർട്ട്സിൻ്റെ റിയാക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിലേ നമുക്ക് ബെൻഡിങ് മൊമെൻ്റ് എന്ന് പറയുന്ന സാധനം എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, കണ്ടുപിടിക്കും. മൊമെൻറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ എന്തിനെ, ഫോഴ്സിനെ നമ്മൾ ഡിസ്റ്റൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് എല്ലാ ഫോഴ്സസും നമുക്ക് വേണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെ നമ്മൾ ഈ ഒരു റിയാക്ഷൻ, സപ്പോർട്ട് റിയാക്ഷൻ എന്ന് പറയുന്ന സാധനം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റുമെന്നാണ് നമ്മൾ നോക്കേണ്ടത്. പല രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സപ്പോസ് ഞാൻ ഇതിലെന്താണ് ടോട്ടൽ വെർട്ടിക്കൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു എന്തെടുക്കുവാന്ന് 0 എടുക്കുവാണ്. അപ്പോൾ സിഗ്മ എഫ് വൈ ഈക്വൽസ് ടു 0 എന്ന് പറഞ്ഞെടുക്കുവാണ്. സിഗ്മ വൈ ഈക്വൽ ടു എഫ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞെടുക്കുമ്പോഴത്തേക്ക് മുകളിലോട്ടുള്ള ഫോഴ്സ് എല്ലാം പോസിറ്റീവായിട്ട് എടുത്താൽ താഴോട്ടുള്ള ഫോഴ്സ് എല്ലാം ഞാൻ എന്തായിട്ട് കൺസിഡർ ചെയ്യണം, നെഗറ്റീവായിട്ട് കൺസിഡർ ചെയ്യണം. ഇപ്പോൾ മുകളിലോട്ട് ഇവിടുത്തെ റിയാക്ഷന് ഞാൻ ആർ എ എന്നും ഇവിടുത്തെ റിയാക്ഷനെന്ന് ഞാൻ ആർ ബി എന്നും പേര് കൊടുത്തു കഴിഞ്ഞാൽ മുകളിലോട്ട് പോകുന്നതുകൊണ്ട് ഇത് ആർ എ എന്ന് പറഞ്ഞു. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ സിഗ്മ എഫ് വൈ കണ്ടുപിടിക്കാൻ പോവാം. ആർ എ താഴേക്ക് വരുന്നതുകൊണ്ട് -48 എന്ന് പറഞ്ഞു, പിന്നെയും താപ്പോട്ട് വരുന്നതുകൊണ്ട് -40 എന്ന് പറഞ്ഞു, പിന്നെ ഇത് മുകളിലേക്ക് പോകുന്നതുകൊണ്ട് പ്ലസ് ആർ ബി എന്ന് പറഞ്ഞു. റൈറ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് എന്ത് കൊടുക്കാം, 0 എന്ന് പറയുന്ന സാധനം കൊടുക്കാം. അപ്പോൾ ഇവിടെ നിന്ന് ആർ എ പ്ലസ് ആർ ബി നമുക്ക് കിട്ടുമല്ലോ. ആർ എ പ്ലസ് ആർ ബി ഈക്വൽസ് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 88 എന്ന് കിട്ടും. 88 എന്ന് പറയുന്നത് ഇപ്പുറത്ത് വന്നു. ഓക്കെ, നെക്സ്റ്റ് ഞാൻ മൊമെൻറ്റ് കൺസിഡർ ചെയ്യാൻ പോവാണ്. മൊമെൻറ്റ് അബൌട്ട് എ എന്ന് പറയുന്നത് ഞാൻ എടുക്കാൻ പോവാണ്. അപ്പോൾ സിഗ്മ മൊമെൻറ്റ് അബൌട്ട് എ ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞെടുക്കാൻ പോവാണ്. അപ്പോൾ മൊമെൻറ്റ് അബൌട്ട് എ എടുക്കുമ്പോഴത്തേക്ക് ക്ലോക്ക് വൈസ് മൊമെൻറ്റും വരും, ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റും വരും. മൊമെൻറ്റ് അബൌട്ട് എ എന്ന് പറയുന്ന സാധനം കൺസിഡർ ചെയ്യുമ്പോഴാണ് നിങ്ങളെല്ലാം തെറ്റിക്കുന്നത്. അപ്പോൾ ക്ലോക്ക് വൈസ് മൊമെൻറ്റിനെ, അതായത് ക്ലോക്ക് വൈസ് മൊമെൻറ്റിനെ ഞാൻ പോസിറ്റീവായിട്ടും ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റിനെ ഞാൻ നെഗറ്റീവായിട്ട് കൊടുക്കുന്നു. മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? മൊമെൻറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഫോഴ്സിനെ ഡിസ്റ്റൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെന്നും അല്ല പഠിക്കാനുള്ളത്. അതാണ് എങ്കിൽ കൂടി അതല്ല ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ ഏത് പോയിന്റിന് വിത്ത് റെസ്പെക്ട് ടു മൊമെൻറ്റ് എടുക്കുന്നു എന്നുള്ളതാണ്. കാര്യം ആ ഡിസ്റ്റൻസ് നമ്മൾ മെഷർ ചെയ്യുന്നത് ആ പോയിന്റിലേക്കുള്ളതാണ്. അത് മാത്രമല്ല ആ ക്ലോക്ക് വൈസ് ആണോ ആൻറ്റി ക്ലോക്ക് വൈസ് ആണോ എന്ന് മനസ്സിലാവുന്നതും ആ ഒരു സാധനം അറിഞ്ഞിട്ടാണ്. അപ്പോൾ മൊമെൻറ്റ് അബൌട്ട് എ ആകുമ്പോൾ എ പൊത്തിപ്പിടിക്കുക, ബാക്കിയുള്ള ഈ ഒരു ഫോഴ്സ് ഈ എക്ക് വിത്ത് റെസ്പെക്ട് ടു, അതായത് ഈ ഒരു ഫോഴ്സ് ഈ എക്ക് വിത്ത് റെസ്പെക്ട് ടു ഇത്രയും സ്പാൻ കഴിഞ്ഞാണ് ആക്ട് ചെയ്യുന്നത്. ഈ ഒരു സ്പാനിനെ ഈ 48 ഫോഴ്സ് ക്ലോക്ക് വൈസ് കറക്കാൻ ചാൻസ് ഉണ്ടോ? അതായത് നമ്മളിങ്ങനെ ഒരു സാധനം ഇവിടെ വെച്ചിട്ട് ഇവിടെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്താൽ ഇതിങ്ങനെ കറങ്ങാൻ ചാൻസ് ഇല്ല. ഈ പോയിന്റ് വിത്ത് റെസ്പെക്ട് ടു ഈ കറക്കാനുള്ള പോസിബിലിറ്റിയാണ് ആക്ച്വലി മൊമെൻറ്റ് കൊണ്ട് തരുന്നത്. അപ്പോൾ നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് എക്ക് വിത്ത് റെസ്പെക്ട് ടു ആണ് നമ്മുടെ മൊമെൻറ്റ് എടുക്കുന്നതെങ്കിൽ ഈ എയിൽ നിന്ന് ആ ഫോഴ്സ് വരെയുള്ള ഡിസ്റ്റൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നത് എയിൽ നിന്ന് ഇതുവരെയുള്ള സ്പാനിനെ ഈ ഫോഴ്സ് എങ്ങനെ കറക്കും? ഇത് ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് കറക്കുന്നത്. അതുകൊണ്ട് പോസിറ്റീവ് ഇടാം. ആ ഫോഴ്സ് കണ്ടുപിടിക്കുന്ന മൊമെൻറ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ആ ഫോഴ്സിനെ അതുവരെയുള്ള ഡിസ്റ്റൻസ് കൊണ്ട് മൾട്ടിപ്ലൈ, ദാറ്റ് ഈസ് 1 മീറ്റർ. അത് കഴിഞ്ഞു. നെക്സ്റ്റ് രണ്ടാമത്തെ ഏത് ഫോഴ്സ്? ആ 40. അപ്പോൾ 40 ഇൻറ്റു മൊമെൻറ്റ് കണ്ടുപിടിക്കാൻ 40 ഇൻറ്റു ഇവിടെ നിന്ന് ഇതുവരെയുള്ള സ്പാൻ, അതിപ്പോൾ 3 കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. ഇനി അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ഈ ഒരു സാധനത്തിൽ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ഫോഴ്സ് വന്നാൽ എക്ക് വിത്ത് റെസ്പെക്ട് ടു ഈ സ്പാൻ എങ്ങനെ കറങ്ങും? ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറങ്ങും. ദെയർഫോർ ഇറ്റ് ഈസ് ഓൾസോ പോസിറ്റീവ്. താഴോട്ടുള്ളത് പോസിറ്റീവ്, മുകളിലോട്ടുള്ള നെഗറ്റീവ് എന്ന് ദയവ് ചെയ്ത് മൊമെൻറ്റിൻ്റെ കേസ് പഠിക്കാതിരിക്കുക. ലെഫ്റ്റ് മൊമെൻറ്റും റൈറ്റ് മൊമെൻറ്റും വരുമ്പോഴത്തേക്കും കൺഫ്യൂഷൻ ആവും. പിന്നെ ആർ ബിയുടെ കേസ് വരുമ്പോഴത്തേക്ക് ആർ ബി എന്ന് പറയുന്നത് ഇൻറ്റു, ഞാൻ സൈൻ ഇടുന്നില്ല ഇവിടെ, ആർ ബി എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ്, അതായത് 6 ഇൻറ്റു ആർ ബി ആയിരിക്കും നമുക്ക് അവിടെ കിട്ടുന്നത്. എന്നിട്ട് ഇതെങ്ങനെ കറക്കും? അതായത് ഈ ഒരു സ്പാനിനെ 6 എന്ന് പറയുന്ന സ്പാനിനെ ആർ ബി ഇങ്ങനെ മുകളിലേക്ക് കുത്തിയാൽ എ പൊത്തി പിടിച്ചു. അപ്പോൾ എ എന്ന് പറയുന്ന പോയിന്റ് വിത്ത് റെസ്പെക്ട് ചെയ്ത് എങ്ങനെ കറങ്ങും? ഈ ഒരു സ്പാനിനെ ആൻറ്റി ക്ലോക്ക് വൈസ് കറക്കും. അതുകൊണ്ട് നെഗറ്റീവ് കൊടുത്തു, വിച്ച് ഈസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് എന്ത് എഴുതാം? 0. അപ്പോൾ സിഗ്മ എം എക്ക് പകരം നമ്മൾ ഈ റീപ്ലേസ്മെൻറ്റ് കൊടുത്തു. റൈറ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ എന്തും കൊടുത്തു? 0 കൊടുത്തു. നമുക്കിവിടെ അൺനോൺ ആയിട്ട് ആർ ബി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫ്രം ദിസ് ഇക്വേഷൻ വി ക്യാൻ ഫൈൻഡ് ആർ ബി. നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും? ആർ ബി എന്ന് പറയുന്ന സാധനം കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ആൻഡ് ആർ ബി ഈസ് ഈക്വൽ ടു 168 എന്ന് കിട്ടും. ആർ ബി ഈസ് ഈക്വൽ ടു 168. നമ്മളിവിടെ തന്നിരിക്കുന്ന കിലോ ന്യൂട്ടൺ ആയതുകൊണ്ട് ഇത് എന്തെങ്കിലും കൊടുക്കുക? കിലോ ന്യൂട്ടറിന് കൊടുക്കുക. ഈ ഒരു സാധനം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ഇവിടെ, അപ്പോൾ 168 എന്ന് പറയുന്ന സാധനം ഇവിടെ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആർ എ എന്ന് പറയുന്നത് ആർ എ പ്ലസ് ആർ ബി ഈസ് ഈക്വൽ ടു എത്രയാണ്? 88 ആണ്. ഓക്കെ, അപ്പോൾ ആർ എ എന്ന് പറയുന്ന സാധനം നമുക്ക് എത്ര കിട്ടും? ആർ ബി ഈസ് ഈക്വൽ ടു 168 ആണ്. അപ്പം ആർ എ ഈസ് ഈക്വൽ ടു 168 ആണെങ്കിൽ ആർ ബി എന്ന് പറയുന്ന സാധനം എത്ര കിട്ടും? സോറി, ആർ ബി 168 അല്ല കേട്ടോ, ആർ ബി ഇൻറ്റു 6 ആണ് 168. ആർ ബി ഈസ് ഈക്വൽ, അതാണ് ഞാൻ നോക്കിയത്. ആർ ബി ഈസ് ഈക്വൽ ടു ടെസ്റ്റ് കിടക്കുന്ന ആർ ബി ഈസ് ഈക്വൽ ടു 28 ന്യൂട്ടണാണ്. 88 വരത്തില്ല, 28 കിലോ ന്യൂട്ടണാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ആ ഒരു സാധനം എടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ആർ എ വിച്ച് ഇസ് ഈക്വൽ ടു ഇതാണ് 88 മൈനസ് 28 വിച്ച് ഇസ് ഈക്വൽ ടു 60
കിലോ ന്യൂട്ടൺ. ഓക്കെ, അപ്പോൾ RA ഈസ് ഈക്വൽ ടു എത്ര കിട്ടി? 60 കിലോ ന്യൂട്ടൺ കിട്ടി. അപ്പോൾ ഫസ്റ്റ് പരിപാടി എന്ന് പറയുന്നത് വി ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് റിയാക്ഷൻ. അപ്പോൾ റിയാക്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പരിപാടി. അപ്പോൾ RA RB എനിക്ക് നോൺ ആയല്ലോ. അപ്പോൾ RA RB നോൺ ആയ സ്ഥിതിക്ക് എനിക്ക് മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ ഇവിടെ അടുത്ത സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ നമ്മൾ എങ്ങനെ എഴുതുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുക. ആ ഇക്വേഷൻ എഴുതുക എന്നുള്ളതാണ്, എഴുതി ഫലിപ്പിക്കുക, തെറ്റാതെ എഴുതി തീർക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം. അത് കഴിഞ്ഞാൽ ബാക്കി എല്ലാത്തിലും, എല്ലാ പ്രോബ്ലംസിലും ബാക്കി ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് സെയിം ആണ്, ഇവിടെ ഡിഫിക്കൽട്ടി വരത്തില്ല. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ എഴുതുക എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സെപ്പറേറ്റ് ഒന്നുകൂടെ ഒന്ന് വരയ്ക്കുവാണ്. ഞാൻ സ്പാനൊക്കെ ഇവിടെ നോക്കാം, ഓവർ കൺഫ്യൂഷൻസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടെ വരയ്ക്കുക. ഇവിടെ RA, ഇവിടെ നമുക്ക് എന്തുണ്ട്? RA ഉണ്ട്, വിച്ച് ഈസ് ഈക്വൽ ടു RA എത്രയെന്നറിയാം? 60 കിലോ ന്യൂട്ടൺ ആണെന്നറിയാം. ഇവിടെ നമുക്ക് RB ഉണ്ട്, വിച്ച് ഈസ് ഈക്വൽ ടു എത്രയാണ്? 28 കിലോ ന്യൂട്ടൺ ആണെന്നറിയാം. ഇതിൻ്റെ ഇടയ്ക്കുള്ള സ്പാൻ അറിയാം. പിന്നെ ഇവിടെ ഒരു പോയിന്റ് C ഉണ്ട്, പിന്നെ ഇവിടെ ഒരു പോയിന്റ് D ഉണ്ട്. അപ്പോൾ C എന്ന് പറയുന്ന പോയിന്റിൽ നമുക്ക് എന്ത് വരുന്നുണ്ട്? ഒരു പോയിന്റ് ലോഡ് വരുന്നുണ്ട്. അതേപോലെ D എന്ന് പറയുന്ന പോയിന്റിൽ നമുക്ക് എന്ത് വരുന്നുണ്ട്? ഒരു പോയിന്റ് ലോഡ് വരുന്നുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത്, ഈ രണ്ട് പോയിന്റ് ലോഡ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ എന്തൊക്കെയാണ്? വിച്ച് ഈസ് ഈക്വൽ ടു 48 കിലോ ന്യൂട്ടൺ സിയിൽ ആക്ട് ചെയ്യുന്നു, ഡിയിൽ ആക്ട് ചെയ്യുന്നത് എത്രയാണ്? 40 കിലോ ന്യൂട്ടൺ. അപ്പോൾ 48 കിലോ ന്യൂട്ടണും 40 കിലോ ന്യൂട്ടണും ആണ് എന്താണ് സിയിലും ഡിയിലും ആക്ട് ചെയ്യുന്ന പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇനി അടുത്ത പോയിന്റ് ലോഡ്സ് എന്ന് പറഞ്ഞാൽ, ഇനി അടുത്തത് ഞാൻ മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ ആണ്. അപ്പോൾ മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്, ബെൻഡിങ് മൊമെൻറ്റിൻ്റെ ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത് I ഇൻറ്റു d²y/dx², അതായത് ഡിഫ്ലക്ഷൻ്റെ, അതായത് സ്ലോപ്പിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ് ഈ കിടക്കുന്നത് അല്ലേ? d²y/dx², അതായത് dy/dx എന്ന് പറഞ്ഞാൽ നമ്മളെ സ്ലോപ്പാണ് നമുക്കറിയാം. d²y/dx² ആണ് ഇൻറ്റു I ആണ് നമ്മുടെ എന്താണ് എന്തിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്? നമ്മുടെ ബെൻഡിങ് മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ, വിച്ച് ഈസ് ഈക്വൽ ടു നമ്മൾ ബെൻഡിങ് മൊമെൻറ്റ് എഴുതാനായിട്ട് പോവാണ്. അപ്പോൾ ബെൻഡിങ് മൊമെൻറ്റ് എഴുതാനായിട്ട് പോകുമ്പോഴത്തേക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഞാൻ എടുക്കുന്നത് ലെഫ്റ്റിൽ നിന്ന് ഏറ്റവും ഡിസ്റ്റൻസ് കൂട്ടി, അതായത് ഇവിടുത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഈ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ A ആണെന്നറിയാം, ഈ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ B ആണെന്നറിയാം. അപ്പോൾ രണ്ട് പോയിന്റ്സ് Aക്കും Cക്കും അടക്കി നമുക്ക് വേറെ വരും, C to D ഒരു സെക്ഷനായിട്ട് എടുക്കാം, D to B ഒരു സെക്ഷനായിട്ട് എടുക്കാം. അപ്പോൾ ഇവിടുന്ന് ഈ ലെഫ്റ്റ് എൻഡിൽ നിന്ന് ഏറ്റവും ഡിസ്റ്റൻസ് മാറിയിട്ട് ഒരു എന്ത് കൺസിഡർ ചെയ്യുക? ഒരു പെർപെൻഡിക്കുലർ സെക്ഷൻ കൺസിഡർ ചെയ്യുക. ആ പെർപെൻഡിക്കുലർ സെക്ഷൻ എന്ന് പറയുന്നത് x ആണെന്ന് ഡിനോട്ട് ചെയ്യുക. എന്നിട്ട് ഈ x-ന് വിത്ത് റെസ്പെക്റ്റു ആണ് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്? മൊമെൻറ്റ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ മൊമെൻറ്റ് എഴുതുമ്പോഴത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എഴുതുന്ന മൊമെൻറ്റ് എന്ന് പറയുന്നത് ഫ്രം എന്താണ്? ലെഫ്റ്റ് എൻഡ്, അതായത് ലെഫ്റ്റ് എൻഡ് മുതൽ നമ്മൾ ഏതുവരെയുള്ള ഈ ഒരു നമ്മുടെ സെക്ഷൻ വരെയുള്ള ഈ ഒരു ഡിസ്റ്റൻസിനെയാണ് ഞാൻ എന്തെന്നെടുക്കുന്നത്? ഇറ്റ് ഈസ് ടേക്കൺ ആസ് എക്സ്, സ്മാൾ ലെറ്റർ എക്സ് അതെടുത്തു ഈ ഒരു ഡിസ്റ്റൻസിന്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഈ RA എന്ന് പറയുന്ന സാധനത്തിൻ്റെ എന്തെഴുതാൻ പോവാണ്? മൊമെൻ്റ് എഴുതാൻ പോവാണ്. ഈ ഒരു സെക്ഷന് കറസ്പോണ്ടിങ് ആയിട്ട് RA എന്ന് പറയുന്നതിൻ്റെ മൊമെൻ്റ് എഴുതാൻ പോവാണ്. അപ്പോൾ RA എന്ന് പറയുന്നതിൻ്റെ മൊമെൻ്റ് എഴുതുമ്പോഴത്തേക്ക് RA എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു ഈ പോയിൻ്റാണ്. അപ്പോൾ നമുക്ക് മൊമെൻ്റ് എഴുതുമ്പോൾ നമുക്കറിയാം, ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആണെങ്കിൽ നമ്മൾ പോസിറ്റീവ് എടുക്കുന്നു, ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആണെങ്കിൽ നമ്മൾ എന്തെടുക്കുന്നു? നെഗറ്റീവ് എടുക്കുന്നു. അപ്പോൾ ഇങ്ങനെ പഠിക്കുമ്പോഴത്തേക്ക് ഈ പോയിന്റ് വിത്ത് റെസ്പെക്ട് ടു നമ്മൾ RAനെ ഇങ്ങനെയല്ലേ, RA ഇവിടെ ആക്ട് ചെയ്താൽ ഈ ഒരു സ്പാനിനെ, ഈ X എന്ന് പറയുന്ന സ്പാനിനെ എന്താണ്, അതായത് ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ആക്ട് ചെയ്താൽ X എന്ന് പറയുന്ന സ്പാനിൽ ഇത് മുകളിലോട്ട് ഇറക്കി X എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് കിടക്കും. അല്ലെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ കിട്ടുന്നത് ഇവിടെ നിന്ന് മുകളിലോട്ട് ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോഴും, ആൻറ്റി ക്ലോക്ക് വൈസ് കിട്ടുന്നത് ഇവിടെ നിന്ന് താഴോട്ട് ആക്ട് ചെയ്യുമ്പോഴും ആണെന്ന് വേണമെങ്കിൽ പറഞ്ഞു വെക്കാം. ഇത് നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നാൽ അങ്ങനെ ആയാലും ചിന്തിച്ചാൽ മതി. അപ്പോൾ ഇവിടെ നിന്ന് RA ഇൻറ്റു നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് RA ഇൻറ്റു അവിടെ നിന്ന് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? X. RA ഇൻറ്റു X എന്ന് പറയുന്നതാണ് ഇവിടുത്തെ RAയുടെ മൊമെൻറ്റ്. അത് ഒരു സെക്ഷൻ കഴിഞ്ഞു. അപ്പോൾ അതിങ്ങനെ ഡിനോട്ട് ചെയ്ത് വെക്കുക. ആ സെക്ഷൻ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് അടുത്ത സെക്ഷനിലേക്ക് പോകുമ്പോഴത്തേക്ക് 48 താഴോട്ട്, ഓഫ് കോഴ്സ് താഴോട്ടായതുകൊണ്ട് ഇത്ര സ്പാനേ ഉള്ളൂ. ഇതാണ് നമ്മുടെ പോയിന്റ്. ഈ പോയിന്റിന് വിത്ത് റെസ്പെക്റ്റു ആണ് നമ്മൾ മൊമെൻറ്റ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റിന് വിത്ത് റെസ്പെക്റ്റു 48 താഴേക്ക് വന്നാൽ ഈ ഒരു സ്പാനിനെ അത് ക്ലോക്ക് വൈസ് ആണ്, ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് കിടക്കുന്നത്. അപ്പോൾ അവിടെ നെഗറ്റീവ് വരും. 48 ഇൻറ്റു അവിടെ എത്ര ഡിസ്റ്റൻസ് വരുമെന്ന് ചോദിച്ചാൽ, ഇവിടെ നിന്ന് ഇതുവരെയുള്ള സ്പാൻ നമ്മൾ ഏതാ എടുക്കേണ്ടത്? ഇവിടെ നിന്ന് ഇതുവരെയുള്ള സ്പാൻ അടിക്കേണ്ടത്. അപ്പോൾ നമുക്കിനി അടുത്ത വേണ്ടത് ഈ 48 മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഈ 48 മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്ന് ചോദിച്ചാൽ, ഇവിടെ നിന്ന് ഇതുവരെ X ഉണ്ട്, പിന്നെ അടുത്ത ഈ ഒരു ഡിസ്റ്റൻസ് 1 മീറ്റർ ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഡിസ്റ്റൻസ്, ഇവിടെ നിന്ന് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് X - 1 മീറ്റർ അല്ലേ? അപ്പോൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് 48 ഇൻറ്റു എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? X - 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അവിടെ അടുത്ത സെക്ഷനും അവിടെ കഴിഞ്ഞു. നെക്സ്റ്റ് ഇനി അവിടെ ഒരു 48ൻ്റെ കാര്യം കഴിഞ്ഞു. ഇനി അടുത്ത സംഭവം എന്ന് പറയുന്നത്
നമ്മൾ ഏത് പോയിന്റിലേക്ക് വരുന്നു, ഡി എന്ന് പറയുന്ന പോയിന്റിൻ്റെ അല്ലെങ്കിൽ ഡി എന്ന് പറയുന്ന പോയിന്റിൽ ആക്ട് ചെയ്യുന്ന ലോഡിൻ്റെ മൊമെൻറ്റ് എഴുതാനായിട്ട് പോകാം. അപ്പോൾ ഡി എന്ന് പറയുന്ന പോയിന്റിൽ ആക്ട് ചെയ്യുന്ന ലോഡിൻ്റെ മൊമെൻറ്റ് എഴുതണമെങ്കിൽ ഈ ഡി എന്ന് പറയുന്ന പോയിന്റ് മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ് നമുക്ക് വേണം. അപ്പോൾ ഇത് ഡി എന്ന് പറയുന്ന പോയിന്റ് മുതൽ അതുവരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇതുവരെ 3 ആണ്. അതായത് ഇത്രയും ഡിസ്റ്റൻസ് 3 ആണ്. അപ്പോൾ ബാക്കിയുള്ളത് ഇത് മൊത്തത്തിൽ എക്സ് ഉണ്ട്, ഇത് 3 ആണെന്ന് ക്വസ്റ്റിന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ബാക്കി ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് 3 ആയിരിക്കില്ലേ, ഈ ഒരു ഡിസ്റ്റൻസ് എക്സ് മൈനസ് 3 ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, 40 ഇൻറ്റു താഴേക്ക് ആയതുകൊണ്ട് അഥവാ ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് മൗണ്ട് ആയതുകൊണ്ട് മൈനസ് കൊടുത്തു, 40 ഇൻറ്റു എന്ത് കൊടുക്കുക, ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എക്സ് മൈനസ് 3 കൊടുക്കുക. അപ്പോൾ ഇത്രയും ആയപ്പോഴത്തേക്ക് നമ്മുടെ മൊമെൻറ്റ് എഴുതി കഴിഞ്ഞല്ലോ. ഇതേ ഉള്ളൂ. വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇതിൽ RAക്ക് നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തില്ല. അപ്പോൾ ഇതുവരെയുള്ള മൊമെൻറ്റ് RAക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ഇങ്ങനെ എഴുതാം, EI ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ എന്താണ് ഡി എക്സ് സ്ക്വയർ ഈക്വൽസ് RAക്ക് 60 എക്സ് മൈനസ് 48 ഇൻറ്റു എക്സ് മൈനസ് 1 മൈനസ് 40 ഇൻറ്റു എക്സ് മൈനസ് 3 എന്ന് നമുക്ക് എന്ത് ചെയ്യാം, എഴുതി വെക്കാം. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു, എഴുതി വെച്ചു. ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഇതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ്, അടുത്ത എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇതിനെ നമുക്ക് സ്ലോപ്പ് മാറി ഒഴിയിലേക്ക് കൊണ്ടുവരണം. ഒഴിയാണ് ഡിഫ്ലക്ഷൻ. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇ ഇൻറ്റു ഐ എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആണ്. ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഡി വൈ ബൈ ഡി എക്സ് ആയി മാറും ഒരു തവണ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ. 60 എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആണ്. എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ബൈ 2 അല്ലേ. എക്സ് റൈസ് ടു എൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ എക്സ് റൈസ് ടു n+1 ബൈ n+1. അപ്പോൾ അത് എക്സ് റൈസ് ടു 1 ആകുമ്പം എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് ഒരു കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ C1 ഞാൻ അവിടെ എന്ത് ചെയ്തു, ആഡ് ചെയ്യണം. അത് എല്ലാത്തിലും കൂടെ വരും. അവിടുത്തെ സെക്ഷൻ ഞാൻ അവിടെ മാറ്റി വെച്ചു. നെക്സ്റ്റ് മൈനസ് 48 ഇൻറ്റു കോൺസ്റ്റൻ്റ് ആണ്. എക്സ് മൈനസ് 1 മൊത്തത്തിൽ ഒരു ഒറ്റ ടേമായിട്ട് എടുത്താൽ അതിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ ബൈ 2 വരും. സാധാരണ നമ്മൾ എക്സ് മൈനസ് 1ൻ്റെ ഡിഫറൻഷ്യലും കൂടെ കൊണ്ട് എന്ത് ചെയ്യണം, ഡിവൈഡ് ചെയ്യണം. പക്ഷേ ഡിവൈഡ് ചെയ്യുമ്പോൾ എക്സ് മൈനസ് 1ൻ്റെ ഡിഫറൻഷ്യൽ എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് വാല്യൂ ഒന്നും വരത്തില്ല. അപ്പോൾ അത് നമ്മൾ നോക്കണ്ട, എക്സ് ആയിട്ട് അങ്ങ് ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ ഇൻ്റഗ്രേഷൻ കഴിഞ്ഞു. നെക്സ്റ്റ് 40 ഇൻറ്റു ഈ കോൺസ്റ്റൻറ്റ് മാറിയിട്ടു എക്സ് മൈനസ് 3 ഇൻ്റഗ്രൽ എന്താണ്, എക്സ് മൈനസ് 3 ദ ഹോൾ റേസ് ടു 2 ഡിവൈഡ് ബൈ 2. ഇതിലെല്ലാത്തിലും കോൺസ്റ്റൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞിരിക്കരുത്. ആ കോൺസ്റ്റൻറ്റ് എല്ലാം കൂടെ എടുത്തിട്ടാണ് നമ്മൾ ആദ്യം ഇവിടെ കൊടുത്തിരിക്കുന്നത്. കാര്യം അവിടെ എല്ലാ കോൺസ്റ്റൻറ്റ് എല്ലാം കൂടെ ആഡ് ചെയ്ത് നമുക്ക് ഒരു ഒറ്റ കോൺസ്റ്റൻറ്റ് ആഡ് ചെയ്ത് കൂടെ. അപ്പോൾ അതുകൊണ്ട് ഇതാണ് ഫസ്റ്റ്. അപ്പോൾ ഇത് നമ്മുടെ എന്തിൻ്റെ ഇക്വേഷൻ ആണെന്ന് പറയാൻ പറ്റും, ദിസ് ഈസ് ദ ഇക്വേഷൻ ഓഫ് സ്ലോപ്പ്. അതായത് ഈ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് ഇക്വേഷൻ ഓഫ് എന്താണെന്ന് പറയാം, സ്ലോപ്പാണ്. നമ്മുടെ സ്ലോപ്പിൻ്റെ ഇക്വേഷനാണ് നമ്മളിപ്പോൾ ഈ എഴുതിയിരിക്കുന്നത്. അതായത് EI ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത്. ഇനി നമുക്ക് എന്തിൻ്റെ വേണം, ഡിഫ്ലക്ഷൻ വേണം. അപ്പോൾ വൈയിൽ വേണം. അപ്പോൾ ഇതിനെ ഒന്നുകൂടെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണ്ടേ. അപ്പോൾ ഇതിനെ ഒന്നുകൂടെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പം EI ഡി വൈ ബൈ ഡി എക്സ് എന്തായി മാറും, y ആവും. വിച്ച് ഈസ് ഈക്വൽ ടു 60 ഇൻറ്റു എക്സ് സ്ക്വയർ. 60 ഇൻറ്റു എന്തെന്ന് വരും, 60 ഇൻറ്റു എക്സ് ക്യൂബ് ബൈ ഇവിടെ ഓൾറെഡി ഒരു 2 ഉണ്ട് ഇൻറ്റു 3 വരും. പ്ലസ് C1ൻ്റെ ഇൻ്റഗ്രൽ എന്താണ്, C1 എക്സ്, പിന്നെ ഒരു ഇൻ്റഗ്രേഷൻ കൂടെ വന്നുകൊണ്ട് അതൊരു കോൺസ്റ്റൻറ്റ് കൂടെ അവിടെ ആഡ് ചെയ്യണം. C1ൻ്റെ ഇൻ്റഗ്രലിൽ C1 കോൺസ്റ്റൻറ്റ് മാറ്റിയിട്ടു, 1ൻ്റെ ഇൻ്റഗ്രലിൽ എക്സ് അവിടെ ആഡ് ചെയ്തു, അവിടെ ഇട്ടു. പ്ലസ് ഒരു കോൺസ്റ്റൻറ്റ് കൂടെ ആഡ് ചെയ്തു. അപ്പോൾ ഇത് കൂടെ ഇലാബറേറ്റ് ആയി ടേം മൈനസ് ബാക്കിയുള്ള സ്ഥലത്തെല്ലാം 48/2 ഇവിടെ ഓൾറെഡി ഉണ്ട് ഇൻറ്റു എക്സ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ എന്തായി മാറും, x1 മൈനസ് 1 ദ ഹോൾ റൈസ് ടു 2+1 ദാറ്റ് ഈസ് 3 ഡിവൈഡഡ് ബൈ 3 ആവും. പിന്നെ അടുത്ത സെക്ഷനിൽ എന്ത് വരും, മൈനസ് 40/2 ഇൻറ്റു എന്താണ് എക്സ് മൈനസ് 3 ദ ഹോൾ സ്ക്വയർ ബൈ 2 എന്ന് പറയുന്നത് എക്സ് മൈനസ് 3 ദ ഹോൾ ക്യൂബ് ബൈ 3 എന്ന് പറയുന്ന ടേമിലേക്കാവും. അപ്പോൾ ഇതിനെ നമുക്ക് അടുത്ത എങ്ങനെ എഴുതാം, EI ഇൻറ്റു y ഈക്വൽസ് ഇതെന്ന് പറയുന്നത് 60/2. 60/2 എന്ന് പറയുന്നത് തന്നെ എന്തായി മാറി, 30 ആയി. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം 30x³ 3. അത് 10 ആണെന്ന് എഴുതാം അല്ലേ, അത് ഓക്കെ. പ്ലസ് എന്താണ് C1 എക്സ് പ്ലസ് C2 അവിടെ കിടക്കട്ടെ. മൈനസ് ഈ ഒരു സാധനത്തിന് 48/2 എന്ന് പറഞ്ഞാൽ 24 ആവും. 24/3 എന്ന് പറഞ്ഞാൽ 8 കിട്ടും അല്ലേ. 8 ഇൻറ്റു എക്സ് മൈനസ് 1 ദി ഹോൾ ക്യൂബ്. പിന്നെ അടുത്ത് എന്താണ് മൈനസ് 40/2 20 ആവും. 20/3 എന്ന് പറയുന്നപ്പം നമ്മൾ ഡെസിമൽ പോയിന്റിലാക്കണ്ട, 20/3 ആയിട്ട് തന്നെ ഇട്ടിരുന്നാൽ മതി. എക്സ് മൈനസ് 3 ദ ഹോൾ ക്യൂബ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്തിൻ്റെ ഇക്വേഷനാണ്, ഇക്വേഷൻ ഫോർ ഡിഫ്ലക്ഷൻ. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇക്വേഷൻ ഫോർ ഡിഫ്ലക്ഷൻ, അതായത് ഡിഫ്ലക്ഷൻ്റെ ഇക്വേഷനാണ് അല്ലേ. ഇത് വൈയുടെ ഇക്വേഷനാണ്. അപ്പോൾ ഇത് വൈയുടെ ഇക്വേഷനാണ്, ഇത് സ്ലോപ്പിൻ്റെ ഇക്വേഷനാണ്, du/dx ഇക്വേഷൻ അല്ലെങ്കിൽ തീറ്റയുടെ ഇക്വേഷനാണ്. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ വെച്ചിട്ട് ഇനി നൗ വി ഹാവ് ടു ഫൈൻഡ് ദ ദ അൺനോൺ കോൺസ്റ്റൻറ്റ്. അതായത് C1 എന്ന് പറയുന്നതും C2 എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റുകളാണ്.
നമുക്കതിവിടെ അറിഞ്ഞുകൂടാ. യു ഹാവ് ടു ഫൈൻഡ് ദ കോൺസ്റ്റൻസ് ബൈ അപ്ലൈയിങ് ദി ബൗണ്ടറി കണ്ടീഷൻ. നമ്മുടെ ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്ത് വി ഹാവ് ടു ഫൈൻഡ് ദീസ് ടു അൺനോൺസ്. അതായത് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഈ C1 കണ്ടുപിടിക്കണം, C2 കണ്ടുപിടിക്കണം. ഈ അൺനോൺസ് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിവിടെ എന്ത് ചെയ്യും? x=0 സപ്പോർട്ട് ചെയ്യും. x=0യിൽ എല്ലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഒയ്യുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഡിഫ്ലക്ഷൻ്റെ വാല്യൂ എന്താണ്? 0 ആണ്. ഇവിടുത്തെ ഫസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പം നമ്മളിവിടെ പറയുമല്ലേ, അത് ഈ ഒരു സ്ഥലത്ത് എ എന്ന് പറയുന്നത് അറ്റ് പോയിന്റ് എ നമുക്ക് എന്ത് പറയാൻ പറ്റും? അറ്റ് എ എന്താണ് വെൻ നമുക്ക് എന്ത് പറയാൻ പറ്റും? x=0. അതായത് ഇവിടെ നിന്ന് ഡിസ്റ്റൻസ് 0 ആകുമ്പോൾ ഈ ഒരു ഡിഫ്ലക്ഷൻ ഈ ഒരു പോയിന്റ് 0 ആകുമ്പോൾ അവിടുത്തെ ഡിഫ്ലക്ഷൻ y=0 എന്ന് പറയാൻ പറ്റും. അതായത് എയിലാണ് അത് സംഭവിക്കുന്നത്. പക്ഷെ അതേസമയം ബിയിലാണെങ്കിലോ, ഇപ്പോൾ ഈ ഇവിടെ നിന്ന് ബിയിൽ എടുക്കുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 6 മീറ്റർ ആവും. അപ്പോൾ അവിടെയും ഡിഫ്ലക്ഷൻ എന്താണ്? 0 ആണ്. അപ്പോൾ രണ്ട് എൻസിലും ഡിഫ്ലക്ഷൻ 0 ആണ്. അപ്പോൾ എന്തുവാണ്? അറ്റ് x=6 മീറ്റർ y=0. അപ്പോൾ ദീസ് ആർ ദ ടു ബൗണ്ടറി കണ്ടീഷൻസ്. ദിസ് ഫസ്റ്റ് വൺ, ദിസ് വൺ ഈസ് എ സെക്കൻഡ് വൺ. അപ്പോൾ ഈ രണ്ട് ബൗണ്ടറി കണ്ടീഷൻസും എനിക്ക് എന്ത് ചെയ്യണം? അപ്ലൈ ചെയ്തിട്ട് ഇത് ഏതിലാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്? വൈയുടെ ഇക്വേഷനിലാണ്. കാര്യം y=0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ ഈ ഒരു ഇക്വേഷൻ ഉണ്ടെങ്കിൽ പറ്റൂ. ഈ ഒരു ഇക്വേഷനിൽ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്തിട്ട് ഞാൻ അതിൻ്റെ C1ൻ്റെ C2ൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദ ഫസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ, അതായത് വെൻ x=0 y=0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇവിടെ വൈയുടെ വാല്യത്ത് നമുക്ക് എന്ത് കൊടുക്കാം? 0 കൊടുക്കാം. എക്സിൻ്റെ സ്ഥലത്ത് നമുക്ക് എന്ത് കൊടുക്കാം? 0 കൊടുക്കാം. ഇവിടെ എക്സിൻ്റെ സ്ഥലത്ത് എന്ത് കൊടുക്കാം? 0 കൊടുക്കാം. ഇവിടെ എക്സിൻ്റെ സ്ഥലത്ത് എന്ത് കൊടുക്കാം? 0 കൊടുക്കാം. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് പോകണ്ട. നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു എൻഡിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിഫ്ലക്ഷൻ്റെ ഇക്വേഷൻ നമ്മൾക്ക് ഈ ഒരു ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു എൻഡിൽ അപ്ലൈ ചെയ്യുമ്പോൾ എ എന്ന് പറയുന്ന ഒരു എൻഡിൽ അപ്ലൈ ചെയ്യുമ്പോൾ A to C വരെയുള്ള മൊമെൻറ്റ് കൺസിഡർ ചെയ്താൽ മതി. കാര്യം ഈ ഒരു ഇവിടെ നമ്മൾ ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ വന്ന് നിന്നിട്ടാണ്, ഈ ഒരു സെക്ഷനിൽ വന്ന് നിന്നിട്ടാണ് A to C നമ്മൾ എന്ത് ചെയ്യുന്നത്? മൊമെൻ്റ് എടുത്ത് ചെയ്യുന്നത്. അപ്പോൾ ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് എ എന്ന് പറയുന്ന പോയിന്റിലോട് ചേർന്ന് ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യുമ്പോൾ അതിപ്പോൾ ഇവിടെയാണ് നമ്മുടെ എന്ത് നിൽക്കേണ്ടത്? നമ്മുടെ സെക്ഷൻ നിൽക്കണമെന്ന് സങ്കല്പിക്കുക. സെക്ഷൻ നിൽക്കുവാണ് സങ്കല്പിക്കുന്നതെങ്കിൽ എയിലേക്കുള്ള, അതായത് ഈ ഫസ്റ്റ് സെക്ഷൻ്റെ മാത്രം എന്ത് ചെയ്താൽ മതി? ഈ ഒരു ലെഫ്റ്റ് എൻഡിലെ ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് സെക്ഷൻ്റെ മാത്രം എന്ത് ചെയ്താൽ മതി? വാല്യൂസ് എടുത്താൽ മതി. അപ്പം അപ്ലൈയിങ് എന്താണ്? ബൗണ്ടറി കണ്ടീഷൻ എക്സിൻ്റെ വാല്യൂ എന്താണ്? 0 എന്ന് പറയുന്ന സാധനം കൊടുക്കുമ്പോൾ ഈ ഒരു സെക്ഷൻ മാത്രം എടുക്കുക. അപ്പോൾ നമ്മൾ പറയുന്നു എന്താണ്? അപ്ലൈയിങ് ഫസ്റ്റ് എന്താണ്? ബൗണ്ടറി കണ്ടീഷൻ. ഫസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ x=0 y=0. അപ്പം ഇൻ ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. ദിസ് വൺ ഈസ് അവർ ഇക്വേഷൻ നമ്പർ 2. നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇൻ ഇക്വേഷൻ നമ്പർ 2 വി ഗെറ്റ് എന്ത് പറയാൻ പറ്റും? ഇവിടെ നമുക്ക് എന്താണ്? ഇവിടെ വൈയുടെ വാല്യൂ 0 കൊടുക്കുമ്പോൾ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഫുള്ള് 0 ആയി പോകത്തില്ലേ? അപ്പോൾ 0 നമുക്ക് എന്ത് പറയാം? ഇവിടെ 0 എക്സിൻ്റെ വാല്യൂ 0 കൊടുക്കുമ്പോഴത്തേക്ക് അതെല്ലാം 0 ആയി പോകില്ലേ? 0 പ്ലസ് പിന്നെ അടുത്ത് എന്താണ്? ഇവിടെ എക്സിൻ്റെ വാല്യൂ 0 കൊടുക്കുമ്പോൾ C1 × x എത്ര ആയി പോകും? 0 ആയി പോകും. 0 പ്ലസ് പിന്നെ അടുത്ത് എന്താണ്? C2 അവിടെ ഒന്നുമില്ല, അപ്പോൾ C2. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? C2=0. C2ൻ്റെ വാല്യൂ തീരുമാനമായി. ഇനി നമുക്ക് ബൗണ്ടറി കണ്ടീഷൻ വേറെ ഒന്നുണ്ട്. x=6 ആകുമ്പോൾ, അതായത് എക്സിൻ്റെ വാല്യൂ ഇവിടെ നിന്ന് എത്തുമ്പോൾ, അപ്പോൾ ഇതുവരെ എത്തുമ്പോൾ ഈ നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡ് നോക്കുമ്പോൾ എല്ലാം വരും അല്ലേ? എല്ലാ സെഷൻസും വരും. അപ്പോൾ നമ്മൾ ഈ ഒരു രണ്ടാമത്തെ ബൗണ്ടറി കണ്ടീഷൻ കൊടുക്കുമ്പോഴത്തേക്ക് ഫുൾ സെഷനിൽ നമുക്ക് എന്ത് ചെയ്യണം? ഫുൾ ഇക്വേഷൻ എടുത്തിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അപ്ലൈയിങ് ദ സെക്കൻഡ് ബൗണ്ടറി കണ്ടീഷൻ അറ്റ് x= എന്താണ്? 6 y=0. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 6 കൊടുക്കുമ്പോൾ y=0. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇവിടെ എന്തായി പോകും? വൈയുടെ സ്ഥലത്ത് 0 കൊടുക്കുമ്പോൾ 0 എന്നായി, വിച്ച് ഇസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ് എക്സിൻ്റെ സ്ഥലത്ത് എന്ത് കൊടുക്കുക? 6 കൊടുക്കുക. എക്സിൻ്റെ സ്ഥലത്ത് 6 കൊടുക്കുമ്പം 30 × 6^3, അതായത് 10 ആണ്. ഇത് ഞാൻ പിന്നെ ചെയ്തില്ലെന്നേ ഉള്ളൂ. പ്ലസ് C1 × x പ്ലസ് C1 × 6 പ്ലസ് C2 എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി എത്രയാണെന്നറിയാം? C2 = മോളിൽ നിന്ന് കിട്ടി 0. അപ്പോൾ ഇത് ഫസ്റ്റ് സെക്ഷൻ കഴിഞ്ഞു. മൈനസ് ഇനി അടുത്ത് എന്താണ്? 8 × 6 - 1^3. അപ്പോൾ എന്ത് കിട്ടും? 8 × 6 - 1^3. പിന്നെ അടുത്ത് എന്താണ്? -20/3 × 6 - 3^3. -20/3 × 6 - 3^3. 6 - 3 ആണോ? ഓക്കെ, 6 - 3^3. അപ്പോൾ ഇത് ചെയ്യുമ്പോഴത്തേക്ക് വി വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് C1. നമുക്ക് എന്തിൻ്റെ വാല്യൂ കിട്ടും? C1 എന്ന് പറയുന്ന സാധനത്തിൻ്റെ വാല്യൂ നമുക്ക് എന്ത് ചെയ്യും? കിട്ടും. അപ്പോൾ C1 എന്ന് പറയുന്ന സാധനത്തിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഞാൻ ടെക്സ്റ്റ് ബുക്ക് നോക്കി ഡയറക്റ്റ് ചെയ്തുവാണ്. നിങ്ങൾ ഇത് തന്നെയാണോ കിട്ടുന്നതെന്ന് നോക്കുക. C1 = -163.33.
അപ്പോൾ C1ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് -163.33 എന്ന് കിട്ടും. അപ്പോൾ ഈ രണ്ട് കോൺസ്റ്റൻസും നമ്മൾ അതിൽ എന്തിലെടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്, നമ്മുടെ ഇക്വേഷനെടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാതെ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദെൻ നമുക്ക് എന്ത് പറയാൻ പറ്റും, ദെൻ ഇക്വേഷൻ നമ്മൾ ഇതിൽ C1ൻ്റെ C2ൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണ്ടേ. അപ്പം ദെൻ ഇക്വേഷൻ നമ്പർ 2 ബിക്കംസ് 2 എന്ന് പറയുന്നത് നമ്മുടെ എന്തിൻ്റെ ഇക്വേഷനാണ്, ഡിഫ്ലക്ഷൻ്റെ ഇക്വേഷൻ. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ അത് സ്ലോപ്പിൻ്റെ ഇക്വേഷൻ. ഇവിടെ C1 മാത്രമേ ഉള്ളൂ. C1 ഈക്വൽ ടു എന്തായി പോകും, ഇവിടുത്തെ വാല്യൂ എന്താണെന്ന് നമുക്ക് കിട്ടിയത് ആ വാല്യൂ എടുത്തെഴുതുക. അപ്പോൾ നമുക്കിവിടെ ഈ ഒരു ഇക്വേഷൻ എങ്ങനെ മാറുമെന്ന് നോക്കാം. ഈ ഒരു ഇക്വേഷൻ മാറുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ EI ഇൻറ്റു y ഈക്വൽസ്, ഇവിടെ ടെസ്റ്റ് നോക്കി ഞാൻ അങ്ങ് ഇതുമാണ് 10 × x³ നമുക്ക് എന്ത് കിട്ടും 163.33x, അതായത് C1 എക്സിൻ്റെ സ്ഥലത്ത് 163.633x എന്ന് കിട്ടും. പ്ലസ് C2 ഇല്ല, അപ്പോൾ അതുകൊണ്ട് അതവിടെ നിർത്തി. -8 ഇൻറ്റു എന്ത് കിട്ടും x-1 ദി ഹോൾ ക്യൂബ് -20/3 ഇൻറ്റു x-3 ദ ഹോൾ ക്യൂബ് എന്ന് പറയുന്ന സാധനം കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വേഷൻ ഓഫ് ഡിഫ്ലക്ഷൻ. നമ്മുടെ y അറിയാവുന്ന C1 C2 അറിഞ്ഞിട്ട് നമുക്കിതാണ് ഇക്വേഷൻ ഓഫ് ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാൻ പറ്റും. വി ഹാവ് ടു ഫൈൻഡ് ദ ഡിഫ്ലക്ഷൻ അണ്ടർ ഫസ്റ്റ് ലോഡ്. അതായത് ഫസ്റ്റ് ലോഡ്, അപ്പോൾ ഫസ്റ്റ് ലോഡും കണ്ടുപിടിക്കണം, സെക്കൻഡ് ലോഡിൻ്റെ ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ ഏതൊക്കെ പോയിന്റ്സിൽ കണ്ടുപിടിക്കണം, ഈ ഒരു പോയിന്റിൽ കണ്ടുപിടിക്കണം. ഈ ഒരു പോയിന്റിലെ ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ എഴുതുന്നതാണ് ഫൈൻഡ് ഡിഫ്ലക്ഷൻ അറ്റ് C. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്, YC. വി ഹാവ് ടു ഫൈൻഡ് YC. അപ്പോൾ നമുക്ക് ചോദിച്ചിരിക്കുന്നത് ഡിഫ്ലക്ഷൻ അണ്ടർ ഈച്ച് ലോഡ്. അപ്പോൾ സിയിലെയും ഡിയിലെയും ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാം. അപ്പോൾ YC കണ്ടുപിടിക്കാൻ നിങ്ങൾ ഇത്രമാത്രം ആലോചിക്കുക, എക്സിൻ്റെ വാല്യൂ എത്ര സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. നമ്മൾക്ക് ഈ എക്സ് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇതുവരെ ഉണ്ട്. അപ്പോൾ സിയിലാണ് ഈ സെക്ഷൻ വന്ന് നിൽക്കുന്നതെങ്കിൽ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് x ഈക്വൽ ടു 1 മീറ്റർ ആവും. അപ്പോൾ ഇതാണ് ഇത്. അപ്പോൾ ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഇത് ഇവിടേക്ക് കൊണ്ടുവരിക. അപ്പോൾ എക്സിന് ഇവിടെ നിങ്ങോട്ടാണ് നമ്മൾ എക്സ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ സി വരെ എത്തുമ്പോൾ എക്സിൻ്റെ വാല്യൂ എത്രയാണ്, x ഈക്വൽ ടു എത്രയാവുന്നേ ഉള്ളൂ, 1 മീറ്റർ ആവുന്നേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചോളണം, ഈ x ഈക്വൽ ടു 1 മീറ്റർ കൊടുക്കുമ്പോൾ ഈ എക്കും സിക്കും ഇടയ്ക്കാണ്. അപ്പോൾ ഫസ്റ്റ് സെഷൻ മാത്രം, നമുക്ക് ഫസ്റ്റ് 3 കാറ്റഗറീസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇത് ഫസ്റ്റ് സെഷൻ്റെ മാത്രം, ഇത് സെക്കൻഡ്, ഇത് തേർഡ് അല്ലേ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ലെഫ്റ്റ് നിന്ന് അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ സി എന്ന് പറയുന്ന പോയിന്റിൽ എത്തുമ്പോൾ ഒരു ഫസ്റ്റ് സെഷൻ കഴിയുന്നേ ഉള്ളൂ. C to D ആകുമ്പോഴാണ് സെക്കൻഡ് സെക്ഷൻ കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. 3 to ഡിയിൽ നിന്ന് അപ്പുറത്തോട്ട് പോകുമ്പോഴേ തേർഡ് ഇക്വേഷനിലേക്ക് വരത്തുള്ളൂ. അപ്പോൾ ഡി വരെ നമുക്ക് സെക്കൻഡ് സെക്ഷൻ വരെ മതി നമുക്ക് മൊമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അതാണ് നിങ്ങൾ വേറൊന്നും ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ x ഈക്വൽ ടു 1 മീറ്റർ ആകുമ്പോൾ ഇറ്റ് ഈസ് ഇൻ ബിറ്റ്വീൻ A ആൻഡ് C. അപ്പോൾ A ആൻഡ് C എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് ഫസ്റ്റ് സെക്ഷനിൽ കിടക്കും, ഇത് സെക്കൻഡ് സെക്ഷൻ, ഇത് തേർഡ് സെക്ഷൻ. അപ്പോൾ ഫസ്റ്റ് സെക്ഷൻ്റെ മാത്രം ഇക്വേഷൻ എടുത്താൽ ഇത്ര മാത്രം എടുത്താൽ മതി. അതായത് നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെ ചുരുങ്ങുമെന്ന് സാരം. EY ഇൻറ്റു y ഈക്വൽസ് ടു 10x³ മൈനസ് 163.33x. ഇതിലാണ് കണ്ടുപിടിച്ച് y കണ്ടുപിടിക്കേണ്ടത്. വി ഹാവ് ടു ഫൈൻഡ് y. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് y? അപ്പോൾ EI ഇൻറ്റു y ഈക്വൽസ് എന്താണ്, 10 ഇൻറ്റു എക്സിൻ്റെ സ്ഥലത്ത് 1³ മൈനസ് 163.63 ഇൻറ്റു 1. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് y ഈക്വൽ ടു, നമുക്ക് ഇതിനൊരു വാല്യൂ ഉണ്ടാവും. ആ കിട്ടുന്ന വാല്യൂവിനെ നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക, EI കൊണ്ടും ഡിവൈഡ് ചെയ്യുക. ദാറ്റ് ഈസ് മൈനസ് 153.33 ഇൻറ്റു 10 റൈസ് ടു എന്താണ് 12 ഡിവൈഡഡ് ബൈ ഇ ഇൻറ്റു ഐ. ഇ ഇൻറ്റു ഐ എന്ന് പറയുന്നത് നമുക്ക് ക്വസ്റ്റ്യനിൽ എന്തൊക്കെ തന്നിട്ടുണ്ട്, വാല്യൂസ് തന്നിട്ടുണ്ട്. ഇയുടെ വാല്യൂ എന്ന് പറയുന്നത് Nm/mm² ആണ്. ഐയുടെയും വാല്യൂ എന്ന് പറയുന്നത് Nm/mm² ആണ്. അപ്പോൾ ആ ഒരു സാധനം നിങ്ങൾ ആലോചിച്ചോളണം. ഇത് കിട്ടുന്നത് കിലോ ന്യൂട്ടണിലോ അങ്ങനെയുള്ള സാധനത്തിലോ ആണെങ്കിൽ യു ഹാവ് ടു കൺവേർട്ട് ഇറ്റ്. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യണം, കൺവേർട്ട് ചെയ്യേണ്ടി വരും എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ തരുന്നത്, ഇപ്പോൾ EI 163 എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കണ്ടുപിടിച്ചത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കുന്നത് ഇതെല്ലാം കിലോ ന്യൂട്ടണിലാണ് കിടക്കുന്നത് അല്ലേ, കിലോ ന്യൂട്ടണിലാണ്. അപ്പോൾ ഇത്രയും സാധനം എന്ന് പറയുന്നത് ഇത് കിലോ ന്യൂട്ടണിൽ കൺവേർട്ട് ചെയ്ത വാല്യൂ ആണ് ഇത് കേട്ടോ. ടെസ്റ്റിൽ നിന്ന് ഞാൻ എടുത്ത് എഴുതിയത്. അപ്പോൾ കൺവേർഷൻ വരുന്നത് എങ്ങനെയാണ്, കിലോ ന്യൂട്ടൺ എന്താണ് മീറ്റർ ക്യൂബ് ആണ് നമുക്ക് എന്ത് കിട്ടുന്നത്, നമ്മുടെ വാല്യൂ വരുന്നത്. അതായത് മീറ്റർ ക്യൂബ് വരുന്നതിന് കാര്യം എന്ന് പറയുന്നത് നമുക്ക് x⁻³ വരുന്നുണ്ട്. ഓക്കെ, എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 3 ഇത് മില്ലിമീറ്റർ അല്ലേ, സോറി ലെന്ത് അല്ലേ. അപ്പം കിലോ ന്യൂട്ടൺ മീറ്റർ ക്യൂബ് എന്ന് പറയുന്ന സാധനമാണ്. അപ്പോൾ കിലോ ന്യൂട്ടൺ മീറ്റർ ക്യൂബിനെ നമ്മൾ എങ്ങനെ കൺവേർട്ട് ചെയ്യും, ഫസ്റ്റ് ഓഫ് ഓൾ ന്യൂട്ടൺ മീറ്റർ ക്യൂബിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി 10⁻³ എന്തിലേക്ക് മാറ്റുക, ന്യൂട്ടൺ മീറ്റർ ക്യൂബിലേക്ക് മാറ്റുക. ഇനി മീറ്റർ ക്യൂബിനെ നമ്മൾ എന്തിലേക്ക് മാറ്റണം, മില്ലിമീറ്ററിലേക്ക് മാറ്റണം. കാര്യം EI മില്ലിമീറ്ററിലായതുകൊണ്ട്, അല്ലെങ്കിൽ ഇതിനെ നമ്മൾ മീറ്ററിലാക്കിയാലും മതി. അപ്പോൾ EI എന്ന് പറയുന്ന മീറ്ററിലാക്കി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പറ്റും, മില്ലിമീറ്ററിലോട്ടാക്കാം. മില്ലിമീറ്ററിലൊക്കെ ആണെങ്കിൽ 10⁻³ ഇൻറ്റു നമുക്ക് എന്താണ് 10⁻³ ഇൻറ്റു നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ന്യൂട്ടൺ ഉണ്ട്, മില്ലിമീറ്റർ ക്യൂബ് ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻³ മില്ലിമീറ്ററാണ്. അപ്പം എന്താ ചെയ്യേണ്ടത്, മീറ്റർ ക്യൂബ് ആകുമ്പോൾ 10⁻³
ദ ഹോൾ ക്യൂബ് കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ 3 ന്യൂട്ടൺ മില്ലിമീറ്റർ ക്യൂബ് എന്ന് പറയുന്ന രീതിയിലേക്ക് നമുക്ക് ആ ഒരു ഇക്വേഷനെ മാറ്റണം. അപ്പോൾ ഇതാണ് നമ്മുടെ സംഭവം എന്ന് പറഞ്ഞാൽ ഇത് 10⁻³ ഇൻറ്റു 10⁻৯. അതാണ് ആ ഒരു എക്സ്ട്രാ വരുന്ന 10⁻12 ആണ് ഇവിടെ കയറിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ വാല്യൂ ചെയ്യുമ്പോൾ -153.33 ആയിരിക്കും. ആ ഒരു സാധനം കൂടെ ഇവിടെ ആലോചിച്ചോളുക. അപ്പോൾ ഇതെന്ന് പറയുന്നത് ന്യൂട്ടൺ മില്ലിമീറ്റർ റേസ് ടു ക്യൂബ് എന്ന് വരും. അപ്പോൾ ഇതെന്ന് പറയുന്നത് രണ്ട് എന്തിൽ കിടക്കുക? ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ, ന്യൂട്ടൺ പെർ പിന്നെ അടുത്ത മില്ലിമീറ്റർ റേസ് ടു 4ലും കിടക്കുക. അപ്പോൾ ഒന്നുകിൽ ഇത് ആ രീതി ചെയ്യുക, അല്ലെങ്കിൽ ഈ മില്ലിമീറ്ററിനെ നിങ്ങൾ മീറ്ററിലോട്ടാക്കുക. പക്ഷേ അതേസമയം കിലോ ന്യൂട്ടൺ നമ്മൾ എന്തിലേക്ക് മാറ്റണം? ന്യൂട്ടണിലേക്ക് മാറ്റിയിരിക്കണം. അപ്പോൾ ഈ ഒരു സാധനം ഇവിടെ ആലോചിച്ചിരിക്കുക. അങ്ങനെ അവിടെ നിന്ന് നമുക്ക് വൈയുടെ വാല്യൂ ഇത് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് വി വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് വൈ -9.019 മീറ്റർ എന്ന് കിട്ടും. ദിസ് ഈസ് ദ വാല്യൂ ഓഫ് വൈ. അപ്പോൾ വൈ എന്ന് പറയുന്നതിൻ്റെ വാല്യൂ ഇതാണ്. നെക്സ്റ്റ് ഈ വൈയുടെ വാല്യൂ മാത്രം തീർന്നില്ല. അപ്പോൾ വൈയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ OC ആണ്. നമുക്കിവിടെ കണ്ടുപിടിക്കുന്നത് OC ആണ്. അത് ആലോചിക്കുക. ഡിഫ്ലക്ഷൻ അറ്റ് C ആണ്. ഇനി ഡിഫ്ലക്ഷൻ അറ്റ് D ആണെങ്കിലോ? D ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എത്ര കൊടുക്കണം? 3 മീറ്റർ. അതായത് D വരെയുള്ള എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 3 മീറ്റർ ആണ്. അപ്പം x = 3 മീറ്റർ കൊടുത്താൽ വി ക്യാൻ ഫൈൻഡ് വൈയുടെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ D ഒരു കാര്യം ആലോചിക്കുക. D ആലോചിക്കുമ്പോൾ നമ്മൾ സെക്കൻഡ് സെക്ഷനിലേക്ക് കയറി. അപ്പോൾ ആദ്യത്തെ ഏതൊക്കെ സെക്ഷൻസ് എടുക്കണം? 2 സെക്ഷൻസ് എടുത്തിട്ട് വേണം ഡിയുടെ വാല്യൂ കണ്ടുപിടിക്കാം. അതായത് I × YD = നമുക്ക് 2 സെക്ഷൻസ് എടുക്കണം ഡിയുടെ എടുക്കുമ്പം 10x³ - 163.33x എന്നിട്ട് -8 × x - 1 ദി ഹോൾ ക്യൂബ്. ഈ 2 സെക്ഷൻസ് നിർത്താം. എക്സിൻ്റെ വാല്യൂ നമ്മൾ എത്ര കൊടുക്കുക? 3 കൊടുക്കുക. അപ്പോൾ E × I × എന്താണ് YD = എക്സിൻ്റെ വാല്യൂ 3 കൊടുക്കുമ്പോൾ 10 × 3³ അല്ലേ? -163.33 × 3 -8 × 3 - 1 ദി ഹോൾ ക്യൂബ്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് വൈയുടെ വാല്യൂ YD കിട്ടും. ആ YDയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ -16.7 മില്ലിമീറ്റർ ആണ്. അപ്പോൾ ആ ഒരു വാല്യൂ കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കിയിരിക്കുക. ഇനി നമുക്ക് അടുത്ത മൂന്നാമത് നമുക്കിവിടെ പറഞ്ഞിരിക്കുന്നത് രണ്ടാമത് നമുക്ക് പറഞ്ഞില്ല. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കാനുള്ള തീർന്നു. ഇനി സെക്കൻഡ് വി ഹാവ് ടു ഫൈൻഡ് ദ മാക്സിമം ഡിഫ്ലക്ഷൻ. നമുക്ക് എങ്ങനെ മാക്സിമം ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാൻ പറ്റും? ഈ മാക്സിമം ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ അറ്റ് മാക്സിമം ഡിഫ്ലക്ഷൻ വി ഓൾറെഡി നോ ദാറ്റ് മാക്സിമം ഡിഫ്ലക്ഷൻ വരുന്ന സ്ഥലത്ത് സ്ലോപ്പ് 0 ആയിരിക്കും. അഥവാ dy/dx എന്ന് പറഞ്ഞാൽ മാക്സിമം ഡിഫ്ലക്ഷൻ വരുന്ന സ്ഥലത്ത് 0 ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞത്. അപ്പോൾ മറ്റ് മാക്സിമം ഡിഫ്ലക്ഷൻ അറ്റ് ദ പോയിന്റ് ഓഫ് മാക്സിമം ഡിഫ്ലക്ഷൻ dy/dx = നമുക്ക് എന്താണെന്ന് അറിയാം? 0 എന്നറിയാം. അപ്പോൾ dy/dx എന്ന് പറയുന്നത് 0 ആണെങ്കിൽ നമ്മുടെ ഒരു മാക്സിമം ഡിഫ്ലക്ഷൻ വരുന്നത് ഇപ്പോൾ സിക്കും ഡിക്കും ഇടയിലാണെന്നുള്ള അസംഷൻ നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഇറ്റ് വിൽ ബി ഇൻ ബിറ്റ്വീൻ C ആൻഡ് D. അപ്പോൾ സിക്കും ഡിക്കും വരുമ്പോൾ ആദ്യത്തെ 2 സെക്ഷൻസ് മാത്രം എടുത്താൽ മതി മാക്സിമം ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാനുള്ള ലിമിറ്റിംഗ് വാല്യൂ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പോൾ ഡിഫ്ലക്ഷൻ്റെ ഇക്വേഷൻ എടുത്തിട്ട് വേണം ഞാൻ അത് ചെയ്യാൻ. അപ്പോൾ ഫസ്റ്റ് സെക്ഷനും സെക്കൻഡ് സെക്ഷനും എടുത്താൽ മതി. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ C to D ബെറ്റ്വീനായിട്ട് വരും. അപ്പോൾ 1 to 3 ആണ്. അപ്പോൾ സിക്കും ഡിയുടെ അകത്ത് നമ്മൾ ഫുൾ ലോഡ് കാൽക്കുലേറ്റ് ചെയ്ത് തീർന്നു. സോ ഇറ്റ് വിൽ ബി ഇൻ ബിറ്റ്വീൻ C ആൻഡ് D. അപ്പോൾ 2 സെക്ഷൻസ് എടുത്തിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഡിഫ്ലക്ഷൻ്റെ ഇക്വേഷൻ 2 സെക്ഷനിലാക്കി മാറ്റി നമ്മൾ ഇവിടെ മാക്സിമം ഡിഫ്ലക്ഷൻ എഴുതി കഴിഞ്ഞാൽ I × dy/dx dy/dx = നമുക്ക് എന്തെഴുതാൻ പറ്റും? I × dy/dx = 60 × x²/2. അപ്പോൾ ഇതാണ് 60 × x²/2 + C1 ഫസ്റ്റ് സെക്ഷൻ കഴിഞ്ഞു മൈനസ് നമുക്ക് എന്താണ് 48/2 ദാറ്റ് ഈസ് 24x - 1 ദി ഹോൾ സ്ക്വയർ. അപ്പോൾ ഇതാണ് നമുക്ക് അവിടെ ഇത് വേണ്ട ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ. ഇതിനെ സോൾവ് ചെയ്ത് നമ്മൾ എന്തെങ്കിലും കണ്ടുപിടിക്കണം? dy/dx എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ ഇതിൽ dy/dx മൾട്ടിപ്ലൈ ഇത് 0 എന്ന് കൊടുത്താൽ ഇതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0 = എന്ത് കിട്ടും? ഇതും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? 30x² ഈ C1ൻ്റെ വാല്യൂ -163 അല്ലേ? -163.33 -24 × എക്സിൻ്റെ വാല്യൂ എത്രയാണ്? എക്സിൻ്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. x - 1 ദി ഹോൾ സ്ക്വയർ. ഇവിടെ നേരെ എക്സിൻ്റെ ഇക്വേഷൻ കിട്ടും. അത് സോൾവ് ചെയ്തെടുക്കണം. ദാറ്റ് ഈസ് 0 = 30x² - 163.33 -24 × a - b ദ ഹോൾ സ്ക്വയർ a² - 2ab + b². ഇനി ഇതുകൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണ്ടേ? അപ്പോൾ ഇതുകൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 0 = 30x² - 163.33 -24x² + 48x - 24 എന്ന് കിട്ടും. ഇനി 0 = ഈ 30x² ഉം 24x² കൂടെ എന്ത് കിട്ടും? 6x² എന്ന് കിട്ടും. പിന്നെന്താണ് +48x ഉണ്ട്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് 187.33 എന്ന് കിട്ടും. അപ്പോൾ ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷനായി. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 6x² +
48x minus 187.33 is equal to 0. ഇത് ഡിഗ്രി 2 ആയിട്ടുള്ള ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2.87 മീറ്റർ, പോസിറ്റീവ് വാല്യൂ 2.87 മീറ്റർ കിട്ടും. ആൻഡ് ഇറ്റ് ഈസ് ഇൻ ബിറ്റ്വീൻ ദ പോയിൻറ്റ്സ് എന്താണ് അതായത് സീക്കും ഡിക്കും 1 to 3. അപ്പോൾ 1 to 3 പോയിൻറ്റിന് ഇടയ്ക്ക് എവിടെയെങ്കിലും ആയിരിക്കും നമ്മുടെ എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ മാക്സിമം ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇറ്റ് ഈസ് ദ ലൊക്കേഷൻ ഓഫ് എന്താണ് മാക്സിമം ഡിഫ്ലക്ഷൻ, അതായത് മാക്സിമം ഡിഫ്ലക്ഷൻ്റെ ലൊക്കേഷനാണ്. ഇനി മാക്സിമം ഡിഫ്ലക്ഷൻ്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ എക്സിൻ്റെ വാല്യൂ നമുക്ക് എന്താണെന്നറിയാം, 2.87 ആവാം. വി ഹാവ് ടു ഫൈൻഡ് ദ മാക്സിമം ഡിഫ്ലക്ഷൻ. ദെൻ ദ ഇക്വേഷൻ ഈസ് VEI ഇൻറ്റു dy/dx ഈസ് ഈക്വൽ ടു സെക്കൻഡ് സി ടു ഡിക്ക് ഇടയിൽ, സിക്കും ഡിക്കും ഇടയിൽ കിടക്കുന്നുണ്ട്, അതുവരെയുള്ള സെക്ഷൻ എടുത്താൽ മതി. അതാണ് നമ്മുടെ ഈ ഇക്വേഷൻ ഇവിടെ എഴുതി വെച്ചേക്കുന്നത്, ഈ ഡിഫ്ലക്ഷൻ്റെ ഇക്വേഷൻ അല്ലേ. സോറി, മാക്സിമം ഡിഫ്ലക്ഷൻ എന്നാണ് ഞാൻ പറഞ്ഞത്, മാക്സിമം സ്ലോപ്പ്, അതായത് മാക്സിമം ഡിഫ്ലക്ഷൻ. അപ്പോൾ മാക്സിമം ഡിഫ്ലക്ഷൻ സ്ഥലത്ത് സ്ലോപ്പ് 0 ആണ്. അപ്പോൾ സ്ലോപ്പിൻ്റെ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ എക്സ് കണ്ടുപിടിച്ചത്. ഇനി സ്ലോപ്പ് എത്രയെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. എത്രയാണത്? 0 ആണ്. അപ്പോൾ അത് കണ്ടുപിടിക്കേണ്ടത് അത് മണ്ടത്തരം. ഇനി മാക്സിമം ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കണം. മാക്സിമം ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? നമ്മുടെ ഈ ഇക്വേഷൻ തന്നെയാണ് അല്ലേ. അപ്പോൾ ആദ്യത്തെ രണ്ടാമത്തെ സെഷൻസ് മാത്രം എടുത്താൽ നമ്മുടെ ഡിഫ്ലക്ഷൻ്റെ ഇക്വേഷൻ ഇവിടെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഇത് മാത്രം എടുത്തു കഴിഞ്ഞാൽ ഇക്വേഷൻ എങ്ങനെ വരും? EI ഇൻറ്റു y ഈക്വൽസ് എന്താണ് 10x³ minus 163.33x minus 8 into x minus 1 the whole cube. ആദ്യത്തെ രണ്ട് സെക്ഷൻസ് മാത്രം എടുക്കാമല്ലോ. ഈ സെക്ഷൻസ് മാത്രം എടുത്താൽ ഇവിടെ കിട്ടുന്ന ഡിഫ്ലക്ഷൻ മാക്സിമം ആവണമെങ്കിൽ എക്സിൻ്റെ വാല്യൂ ഈ ഒരു ഇക്വേഷനിൽ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? എക്സ് ഈക്വൽ ടു 2.87 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ കൊടുക്കുക, ഇവിടെ കൊടുക്കുക, ഇവിടെ കൊടുക്കുക. യു വിൽ ഗെറ്റ് ദ വാല്യൂ y max which is equal to minus 16.74 millimeter എന്ന് കിട്ടും. നേരത്തെ ചെയ്ത മാതിരി ചെയ്ത് കണ്ടുപിടിക്കുക. ദിസ് ഈസ് ദ എന്താണ്, അപ്പോൾ അതാണ് നമുക്ക് വേണ്ടത് മാക്സിമം ഡിഫ്ലക്ഷൻ. ദ പോയിന്റ് അറ്റ് വിച്ച് ദ മാക്സിമം ഡിഫ്ലക്ഷൻ occurs it is x and we already find the maximum deflection. അപ്പോൾ ഇത് ഇത്രയും ഒരു ഡീപ്പായിട്ട് പറഞ്ഞതിന് കാര്യമെന്ന് പറയുന്നത്, ഇത്രയും സമയമെടുത്ത് പറഞ്ഞതിന് കാര്യമെന്ന് പറയുന്നത്, അടുത്ത ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഇതിൽ അപ്ഗ്രേഡ് ചെയ്ത് പോയാൽ മതി. അല്ലാതെ ഒരിക്കലും ഇത് ഇത്തിരി സമയമെടുത്ത് ചെയ്തതാണെങ്കിൽ ഇത് തന്നെയാണ് സാധനം. നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ഓരോ ടൈപ്പ് ഓഫ് ബീം വരുമ്പോഴും, അല്ലെങ്കിൽ ഓവർ ഹാങ്ങിങ്, അല്ലെങ്കിൽ സിംപ്ലി സപ്പോർട്ട്, അല്ലെങ്കിൽ സെൽഫ് വെയ്റ്റ് ഓഫ് ദ ഷാഫ്റ്റ് എന്നൊക്കെ പറഞ്ഞ് പറയുമ്പോൾ എന്ത് വ്യത്യാസമാണ് നമ്മൾ ഈ ഒരു മൊമെൻ്റ് എടുക്കുന്നതെന്ന് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം സെയിം ആണ്. 10 മാർക്ക് കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്.